ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിന് ടെക്സ്റ്റ് ബുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, PDF. അപ്പോൾ PDF പേജ് നമ്പർ 128 മുതൽ 134 ആണെന്നുണ്ട്. 128 മുതൽ 134 വരെയുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നേരത്തെ തന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് അറിയാം, അതിൽ നമുക്ക് ചാറ്റ് എടുക്കുക. ചാറ്റ് എടുത്തിട്ട് നിങ്ങൾ ഓപ്ഷൻസ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. 1, 2 അല്ലെ ABC എന്നാണ് ഞാൻ ഓപ്ഷൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ABC ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 100 ക്വസ്റ്റ്യനോളം ഉണ്ടെന്ന്. അപ്പോൾ 100 ക്വസ്റ്റ്യനും നിങ്ങളുടെ എത്ര ക്വസ്റ്റ്യൻ തെറ്റുന്നുണ്ട്. അപ്പോൾ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എത്ര എണ്ണം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏകദേശം 100 ക്വസ്റ്റ്യൻ ഉണ്ട്. 195, 100-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 
ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഈ ഓപ്ഷനിൽ, എന്നാലേ പഠിക്കുകയുള്ളൂ, തെറ്റിയാലേ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ നിമിയുടെ ഫസ്റ്റ് ഇയർ വോളിയം 1 പേജ് നമ്പർ 128 മുതൽ 134 വരെയുള്ള സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. എല്ലാം ആ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആണെന്ന് തോന്നും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാരണം ആ ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ കുറച്ച് സിമ്പിൾ കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ നമ്മളത് ഒഴിവാക്കിയിട്ടില്ല, അതെല്ലാം ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എക്സാം ഈ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അത് കാരണമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പോൾ 128 to 134 എന്ന് പറയുന്ന പേജ് നമ്പറാണ്. അപ്പോൾ ഞാനിത് എന്തിനാ പേജ് നമ്പർ ഒന്നുകൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഒന്നും കൂടെ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ തിയറിയൊക്കെ പഠിക്കണമെങ്കിൽ ആ സെയിം പേജ് നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഒരു 10 സെക്കൻഡ് സമയമായിരിക്കും ഞാൻ തരുന്നത് നിങ്ങൾക്ക്. 10 സെക്കൻഡ് സമയം, 10 സെക്കൻഡ് താഴെ ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഇത് ടൈപ്പ് ചെയ്യാതിരിക്കരുത്, തെറ്റിയാലും ശരിയാണെങ്കിലും. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ ആൻസർ, അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ടൈപ്പ് ചെയ്യുക. ഇത് ഇത്ര സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. അപ്പോൾ ഇപ്പോൾ തെറ്റിയാലാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ചെയ്ത് നോക്കിയാലാണ് എക്സാം ആകുമ്പോൾ എളുപ്പം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ തെറ്റിയാൽ അന്നേരം തെറ്റില്ല. അപ്പോൾ നിങ്ങൾ അറിയാമെന്ന് വിചാരിച്ചിരിക്കരുത്. ഓക്കെ, അപ്പോൾ അതിലെ മെസ്സേജ് എന്ന് പറയുന്ന ഇതിലെടുത്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. ഇത് പ്രത്യേകിച്ചൊന്നും പറയാൻ വലിയ കാര്യമായിട്ടുള്ള ടോപ്പിക്കൊന്നും അല്ല. അപ്പോൾ അത് കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിസ്റ്റിങ്ക്യൂഷസ് സെമി കണ്ടക്ടേഴ്സ് ഫ്രം കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്? പ്രസൻസ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, ഇന്റർമീഡിയറ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ബൗണ്ട് വാലൻസ് ഇലക്ട്രോൺസ്, ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. എന്താണ് ഇതിൻ്റെ ആൻസർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിസ്റ്റിങ്ക്യൂഷസ് സെമി കണ്ടക്ടേഴ്സ് ഫ്രം കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്? ആൻസർ പറഞ്ഞേ, ഒരാളായിട്ടുള്ളൂ. വേഗം. ഓക്കെ, പറട്ടാ. ഇനി വരാനുണ്ടല്ലോ. ഓക്കെ, പോർട്ടെ ആൻസർ പോർട്ടെ. പ്രസൻസ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആണ്, ഇന്റർമീഡിയറ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആണ്, ബോണ്ട് വാലൻസ് ഇലക്ട്രോൺസ് ആണോ, ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണോ? ഇതാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. എന്താണ് ആൻസർ? ഇന്റർമീഡിയറ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ? സെമി കണ്ടക്ടർ, കണ്ടക്ടറും ഇൻസുലേറ്ററും തമ്മിലുള്ള എന്താണ് സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി? എന്താണ് ഈ കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും, നമുക്കറിയാം കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഇടയ്ക്കുള്ള പ്രോപ്പർട്ടി ആയിരിക്കും അല്ലേ സെമി കണ്ടക്ടറിന് വരുന്നത് അല്ലേ? നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ? കണ്ടക്ടറിന് കുറേ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, ഇൻസുലേറ്ററിന് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇലക്ട്രോൺസ് ഒക്കെ കാണും അല്ലേ? അതാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
കണ്ടക്ടറിനെയും ഇൻസുലേറ്ററിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ കുറേ പേര് ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു. ആൻസർ ബി ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു വാലൻസ് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്? വാലൻസ് ഇലക്ട്രോണിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൾവേസ് ഫ്രീ ഇൻ കണ്ടക്ടേഴ്സ്, ഓൾവേസ് ബോണ്ട് ഇൻ ഇൻസുലേറ്റേഴ്സ്, നോർമലി ബോണ്ട് ഇൻ സെമി കണ്ടക്ടർ, ഓൾവേസ് ബോണ്ട് ഇൻ കണ്ടക്ടർ, ഓൾവേസ് ഫ്രീ ഇൻ ഇൻസുലേറ്റർ, നോർമലി ഫ്രീ ഇൻ സെമി കണ്ടക്ടർ, ഓൾവേസ് ബോണ്ട് ഇൻ കണ്ടക്ടർ, ഓൾവേസ് ഫ്രീ ഇൻ ഇൻസുലേറ്റർ, നോർമലി ബോണ്ട് ഇൻ സെമി കണ്ടക്ടർ, ഓൾവേസ് ഫ്രീ ഇൻ കണ്ടക്ടർ, ഓൾവേസ് ബോണ്ട് ഇൻ ഇൻസുലേറ്റർ, നോർമലി ഫ്രീ ഇൻ സെമി കണ്ടക്ടർ. ഏതാണ് ആൻസർ? ആൻസർ എ ആണോ, ബി ആണോ, സി ആണോ? സ്പീഡ് പോരാ, കുറച്ചുകൂടെ സ്പീഡിൽ ടൈപ്പ് ചെയ്യട്ടോ. ഏതിലാണ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ്? കണ്ടക്ടറിലാണോ, ഇൻസുലേറ്ററിലാണോ, സെമി കണ്ടക്ടറാണോ? കുറെ പേര് ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ഏതാണ്? കണ്ടക്ടറിൽ എപ്പോഴും ഫ്രീ അല്ലേ, ഓൾവേസ് ഫ്രീ ഇൻ കണ്ടക്ടർ. ഇൻസുലേറ്ററിൽ എപ്പോഴും ബോണ്ടഡ് ആണ്, പോല. പക്ഷേ ഈ നമ്മുടെ സെമി കണ്ടക്ടർ എടുത്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ അതിന് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. നമ്മൾ നോർമലി ഒരു സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ബോണ്ട് ചെയ്തിരിക്കുകയായിരിക്കും. പിന്നെ നമ്മൾ ചില കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ആ ബോണ്ടിന് ബ്രേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് എനർജി കൊടുത്താണ് ബോണ്ടിന് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം നോർമലി ഈ സെമി കണ്ടക്ടറിൽ എന്താണ്, നമ്മുടെ ഇലക്ട്രോൺസ് ബോണ്ടഡ് ആണ്. കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞൊരു ബോണ്ടൊക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോവാലൻ ബോണ്ട് വെച്ചിട്ട് ഏതാണ് ബോണ്ട് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ കോവാലൻ ബോണ്ട് എന്ന് പറയുന്നൊരു ബോണ്ട് വെച്ചിട്ട് ഈ ഇലക്ട്രോൺസ് ബോണ്ടഡ് ആണ് നോർമൽ കേസിൽ. പക്ഷേ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും എനർജി കൊടുത്തു കഴിയുമ്പോഴാണ് ആ ബോണ്ടിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What allows valence electrons in semiconductor to become free? Absorption of light, cooling of the material, supplying small amount of energy, increasing the pressure. ഏതാണ് അതിൻ്റെ ആൻസർ? ഓക്കെ, ഇത് അത്യാവശ്യം എല്ലാവരും കറക്റ്റ് ആൻസർ പറയുന്നത്. അത്യാവശ്യം എല്ലാവരും കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. അത്യാവശ്യം എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസിന് ഫ്രീ ആകുന്നത്? സപ്ലൈങ് സ്മോൾ എമൗണ്ട് ഓഫ് എനർജി. നമ്മൾ കുറച്ച് എക്സ്ട്രാ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിനെ നമുക്ക് ഫ്രീ ആക്കി വിടാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോണിക് ഡിവൈസ് ഈസ് കോമൺലി മെയ്ഡ് യൂസിങ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്? കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഡയോഡ്, ഇൻഡക്ടർ. ഏത് സാധനമാണ് നമ്മൾ സെമി കണ്ടക്ടർ വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സെമി കണ്ടക്ടർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനം ഏത്? കപ്പാസിറ്റർ ആണോ, റെസിസ്റ്റർ ആണോ, ഡയോഡ് ആണോ, ഇൻഡക്ടർ ആണോ? ഇതെല്ലാവരും ശരിയാക്കണം, തെറ്റിക്കരുത്. ഇത് ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ എന്ന് വിചാരിക്കരുത്. ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടും പരീക്ഷയ്ക്ക്, അന്നേരമാണ് കൺഫ്യൂഷൻ ആവുന്നത്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ എന്താണ്? ഡയോഡ് അല്ലേ? ഡയോഡാണ് നമ്മൾ സെമി കണ്ടക്ടർ വെച്ച് ഉണ്ടാക്കുന്നത്. അല്ലെ, കപ്പാസിറ്ററും റെസിസ്റ്ററും ഒന്നും സെമി കണ്ടക്ടർ വെച്ച് ഉണ്ടാക്കുന്നതല്ല. ചില സ്പെഷ്യൽ കേസ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. നോർമൽ എന്നാണ് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, കോമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ ഇൻഡക്ടർ വെച്ച് കപ്പാസിറ്ററും റെസിസ്റ്ററൊക്കെ നമ്മൾ ഈ പറയുന്ന സെമി കണ്ടക്ടർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വേറെ സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള സാധനങ്ങളാണത്, അത് നോക്കണ്ട. കോമൺലി മെയ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഡയോഡാണ്. ഓക്കെ, വാട്ട് ടേം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് മെറ്റീരിയൽസ് വിത്ത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്? സെമി ഇൻസുലേറ്റർ എന്നാണ് വിളിക്കുന്നത്, സൂപ്പർ കണ്ടക്ടർ എന്നാണ് വിളിക്കുന്നത്, സെമി കണ്ടക്ടർ എന്നാണോ, മെറ്റലോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്? എന്താണ് പേര്? അതും സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. ആൻസറിലേക്ക് പോവാണ്. ആൻസർ സി, സെമി കണ്ടക്ടർ അല്ലേ? അത് നമ്മൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നത് സെമി കണ്ടക്ടർ എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ തെറ്റുന്നുണ്ടെന്ന് ഒന്ന് നോക്കിക്കോണേ. വാട്ട് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഈസ് പ്രിഡോമിനൻറ്റ് ഇൻ ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ബേസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അയോണിക് ബോണ്ടിങ് ആണോ, മെറ്റാലിക് ബോണ്ടിങ് ആണോ,
കോവാലന്റ് ബോണ്ടിങ് ആണോ അത് വാൻ ഡെർ വാൾസ് ബോണ്ടിങ് ആണോ? സെമി കണ്ടക്ടറിൽ ഏത് തരം ബോണ്ടിങ് ആണ് കാണപ്പെടുന്നത്? ഏത് ബോണ്ടിങ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആൻസറാണ് പറയുന്നത്. കോവാലന്റ് ബോണ്ടിങ്. ഓക്കെ, കോവാലന്റ് ബോണ്ടിങ് എന്നാണ്. അതായത് കോവാലന്റ് ബോണ്ടിങ്ങിന്റെ പ്രത്യേകത എന്താ? ഷെയറിങ് അല്ലേ, ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്. ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഈ കോവാലന്റ് ബോണ്ടിന്റെ പ്രത്യേകത. നിങ്ങൾ കാർബണൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കാൻ നേരത്ത് കോവാലന്റ് ബോണ്ടിങ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ആർ മെൻഷൻഡ് ആസ് എസെൻഷ്യൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്? ഏതാണ് സെമി കണ്ടക്ടർ? അലുമിനിയം ആൻഡ് കോപ്പർ ആണോ, സിലിക്കൺ ആൻഡ് ജെർമേനിയം ആണോ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആണോ, ഗോൾഡ് ആൻഡ് സിൽവർ ആണോ? ഏതാണ് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്? ഏതാ? എല്ലാവരും കറക്റ്റ് ആക്കുന്നുണ്ട്, ഇതൊന്നും ആരും തെറ്റിക്കൂല. ഓക്കെ, ആൻസർ ഏതാണ്? എല്ലാവരും ശരിയാക്കി. ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി, സിലിക്കൺ ആൻഡ് ജെർമേനിയം അല്ലേ. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് സിലിക്കണും ജെർമേനിയവും. ഓക്കെ, സിലിക്കണും ജെർമേനിയം ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ ഇത് ശരിക്കും എലമെന്റൽ സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത് ഇതിന്, എലമെന്റൽ. ഓക്കെ, എലമെന്റൽ സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത്. ഇതല്ലാതെ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളുണ്ട്, അത് വേറെയാണ്. എലമെന്റൽ ആണ് സിലിക്കണും ജെർമേനിയും ഒക്കെ. ഓക്കെ, കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടോ ഇതിലധികമോ എലമെന്റ്സ് ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഗാലിയം ആഴ്സനൈഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഗാലിയം ആഴ്സനൈഡ് എന്നൊക്കെ പറഞ്ഞ് LED ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഗാലിയം ആഴ്സനൈഡ് തന്നെ, അതൊക്കെ കോമ്പൗണ്ട് സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ കേസിൽ സാധാരണ നമ്മൾ എലമെന്റ് ഫോളോയിങ് എലമെന്റ്സ് ആർ മെൻഷൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹൗ ആർ ദ വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് എ സെമി കണ്ടക്ടർ സെറ്റ് ഫ്രീ? By cooling the semiconductor, by applying external energy, by decreasing the semiconductor's purity, by adding more bond electrons. എങ്ങനെ നമുക്ക് ഇതിനെ ഫ്രീ ആക്കാം? ഇങ്ങനെ ഫ്രീ ആക്കാന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത്യാവശ്യം എല്ലാവരും പറയുന്നുണ്ട്. നോക്കാം നമുക്ക് ആൻസർ ഏതാന്ന്. എല്ലാവരും കറക്റ്റ് അല്ലേ? ബൈ അപ്ലൈങ് എക്സ്റ്റേണൽ എനർജി. നമ്മൾ പറഞ്ഞ പലതരത്തിൽ എനർജി കൊടുക്കുക. നമുക്ക് എനർജി കൊടുക്കുമ്പോൾ നമ്മുടെ ബോണ്ട്, ഇപ്പോൾ നമ്മുടെ ഇതൊരു കോലം ബോണ്ടാന്ന് വിചാരിക്കുക, ഇത് ബ്രേക്ക് ആയിട്ട് ഒരു ഇലക്ട്രോണും ഒരു ഹോളും കിട്ടും അല്ലേ. ഇത് ഇലക്ട്രോൺ ആണ്, ഇത് ഹോളാണ്. ഒരു ഇലക്ട്രോണും ഒരു ഹോളും നമുക്ക് കിട്ടും ഈ ബോണ്ട്. കോലം ബോണ്ടിനെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ്റ്റേണൽ എനർജി നമ്മൾ കൊടുത്താൽ ഈ സാധനത്തിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ഇലക്ട്രോണെ ഒരു ഹോളിനെ നമുക്ക് ഉണ്ടാക്കാം. ബാലൻസ് ഇലക്ട്രോണിൻ്റെ കാര്യം ചോദിച്ചിട്ടുള്ളൂ, ഇലക്ട്രോണെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ കണ്ടക്ഷൻ ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഡ്യൂ ടു ഹീറ്റിംഗ്? എക്സ്ട്രിൻസിക് കണ്ടക്ഷൻ, ഇൻട്രിൻസിക് ലിബറേഷൻ, ടെമ്പറേച്ചർ ഇൻഡ്യൂസ്ഡ് കണ്ടക്ഷൻ, ഇൻട്രിൻസിക് കണ്ടക്ഷൻ. എന്താണ് ഒരു കണ്ടക്ഷൻ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കണ്ടക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും അല്ലേ. ഓക്കെ, ആൻസറായി. നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് കണ്ടക്ഷൻ അല്ലേ. ഇൻട്രിൻസിക് കണ്ടക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇൻട്രിൻസിക് കണ്ടക്ഷൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇലക്ട്രിസിറ്റി വരുന്നതാണ് എങ്ങനെയാണ്? ഹീറ്റ് ചെയ്തല്ലേ, ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇൻട്രിൻസിക് കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. വാട്ട് എഫക്ട് ഡസ് ഹയർ ടെമ്പറേച്ചർ ഹാവ് ഓൺ ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ? Decreases conductivity, increase conductivity, no effect on conductivity, stops conductivity entirely. എന്താണ് നമ്മുടെ ആൻസർ? ടെമ്പറേച്ചർ കൂട്ടുവാണേ, കണ്ടക്ടിവിറ്റി എന്ത് കൂടും? എന്ത് ചെയ്യും? ഇതിന് മിക്സഡ് ആയിട്ടുള്ള ആൻസറുകളാണ് വരുന്നത്. കുറച്ച് പേരൊക്കെ
ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ തെറ്റിപ്പോയി എന്ന് വിചാരിക്കേണ്ട. തെറ്റിപ്പോയാലും ആൻസർ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക, എന്നാലേ പഠിക്കുള്ളൂ. തെറ്റിയിട്ടുണ്ട്, കുറേ പേരൊക്കെ തെറ്റിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ സെമി കണ്ടക്ടറാണ്. ഒരു കാര്യം ഓർക്കുക, സെമി കണ്ടക്ടറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ കണ്ടക്ടിവിറ്റി കൂടും. ഓക്കെ, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ എന്നാ പറ്റുമെന്നാണ് പറയുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ചെയ്യില്ലേ, കോലം ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്. ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ ഇലക്ട്രോൺസ് ഹോൾസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂടുമെന്ന് നിങ്ങളങ്ങ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇൻക്രീസസ് കണ്ടക്ടിവിറ്റി. ഓക്കെ, കുറേ ഇലക്ട്രോൺസ് ഫ്രീ ആവും. സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺസ് ഫ്രീ ആകുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടിക്കോളും. പക്ഷെ നിങ്ങൾ ഒരു മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. കണ്ടക്ടിവിറ്റി ഏതിൻ്റെ കേസിൽ, സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ടേം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റി ടു എ പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? പ്യൂരിഫിക്കേഷൻ ആണോ, ഡോപ്പിംഗ് ആണോ, എക്സ്ട്രാക്ഷൻ ആണോ, ഐസൊലേഷൻ ആണോ? ഇത് തെറ്റിച്ചേക്കരുത്, ഒറ്റ ആളും തെറ്റിക്കരുത്, എല്ലാവർക്കും അറിയാം. ഓക്കെ, ഓക്കെ, ഇപ്പം ഞാൻ ആൻസർ പറയുകയാണ്. ഡോപ്പിംഗ് ആണല്ലോ. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പരിപാടി തന്നെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഗാലിയം ഒക്കെ ആഡ് ചെയ്യുമ്പോൾ, ഗാലിയം, ഇൻഡിയം, ആഴ്സനിക്കൊക്കെ ആഡ് ചെയ്താൽ നമ്മൾ എന്താ പറയുന്നത്, തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണല്ലേ. പി ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ആഡ് ചെയ്യും. സോറി, പി ടൈപ്പ്. ഇനി നമ്മൾ ഇതെല്ലാം, അതായത് നമ്മൾ ഏതൊക്കെയാണ്, ആഴ്സനിക്, ഇൻഡിയം, ഗാലിയം, എല്ലാ സാധനങ്ങളും നമ്മൾ പി ടൈപ്പ്, എൻ ടൈപ്പ് എന്ന് പറഞ്ഞ 2 രീതിയിലാണ് നമ്മൾ ഡോപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഡോപ്പിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ആഴ്സനിക് ബീങ് റെഫേർഡ് ടു ആസ് എ ഡോണർ ഇമ്പ്യൂരിറ്റി ഇൻ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? ആഴ്സനിക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് അക്സെപ്റ്റ്സ് ഇലക്ട്രോൺസ്, ഇറ്റ് ഡൊണേറ്റ്സ് ഫ്രീ ഇലക്ട്രോൺസ്, ഇറ്റ് റിമെയിൻസ് ന്യൂട്രൽ ഇൻ ദ ക്രിസ്റ്റൽ, ഇറ്റ് ഷെയർസ് ഇലക്ട്രോൺസ് വിത്ത് ദ ക്രിസ്റ്റൽ. എന്തായിരിക്കും ആൻസർ? ആഴ്സനിക് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക്. ആഴ്സനിക് എന്ത് ചെയ്യാണ്? ഇറ്റ് ഡൊണേറ്റ്സ് ഫ്രീ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്ന കാരണം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി എന്നാണ്. ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ക്യാരക്ടറൈസസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് ഓഫ് ഇലക്ട്രോൺസ് ആണോ, പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണോ, അവൈലബിലിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണോ, ഹൈ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേഷൻ? എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ? ഏതാണ് എൻ ടൈപ്പ്? ഏതാണ്? എല്ലാവരും പറയുന്നുണ്ട്. അവൈലബിലിറ്റി ഓഫ് എൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇലക്ട്രോൺസ് കുറേ കിട്ടുന്നതല്ലേ നമുക്ക്, കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അതിനെയാണ് നമ്മൾ എൻ ടൈപ്പ്. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് ആണല്ലേ, ഫ്രീ ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസിന്റെ ചാർജ് മൊത്തം ഇങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതാണ് നമ്മൾ എൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. വാട്ട് ടൈപ്പ് ഓഫ് കറണ്ട് ഈസ് ഒബ്സർവ്ഡ് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കണക്റ്റഡ് ടു എ ബാറ്ററി? ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാണ് എൻ ടൈപ്പ്. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് കറണ്ട് ആയിരിക്കും നമ്മളെ കാണുന്നത്? പ്രോട്ടോൺ കറണ്ട് ആണോ, ഹോൾ കറണ്ട് ആണോ, ഇലക്ട്രോൺ കറണ്ട് ആണോ, പോസിറ്റീവ് അയോൺ കറണ്ട് ആണോ? അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതിലപ്പോൾ എന്ത് കറണ്ട് ആയിരിക്കും കാണുന്നത്? എൻ ടൈപ്പിൽ ആരാണ് കൂടുതൽ ഉള്ളതെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ എൻ ടൈപ്പ് മെറ്റീരിയലിൽ കൂടുതൽ കാണപ്പെടുന്ന ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കറണ്ട് ആയിരിക്കും? ഇലക്ട്രോൺ കറണ്ട് ആയിരിക്കും അല്ലേ. എൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ് നമ്മൾ എൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ടു കോവാലന്റ് ബോണ്ട്സ് ഇൻ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് വെൻ സബ്ജക്റ്റഡ് ടു ഹീറ്റ്? ദേ ബിക്കം സ്ട്രോങ്ങർ, they break down,
they remain unaffected, they form additional bonds. കോവാലന്റ് ബോണ്ടിന് എന്ത് സംഭവിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ കോവാലന്റ് ബോണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണല്ലേ ഓൾറെഡി. ഓക്കെ, കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ഡൗൺ അല്ലേ, ചൂടാക്കി കഴിഞ്ഞാൽ കോവാലന്റ് ബോണ്ട് പൊട്ടുകയും കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയർസ് ഉണ്ടാവുകയും എന്ത് സംഭവിക്കും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഓക്കെ, നിങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 128 to 134 ആണ് പേജസ്. നമ്മുടെ ബുക്കിലെ പേജ് 128 to 134 ആണ്. ഫസ്റ്റ് ഇയർ അല്ലേ, ഫസ്റ്റ് ഇയറിലെ വോളിയം 1 പേജ് നമ്പർ 128 to 134. ഇത്രയും നിങ്ങൾ റെഫർ ചെയ്യണം, നിർബന്ധമായിട്ട് റെഫർ ചെയ്തോണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തുനിന്നില്ല, എല്ലാം കംപ്ലീറ്റ് ക്വസ്റ്റ്യനും അത്രയും പേജസ് നിന്നാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 128 നിന്ന് 134 എന്ന് പറയുമ്പോൾ 6 പേജേ ഉള്ളൂ. ഈ 6 പേജിൽ നമുക്ക് 100 ക്വസ്റ്റ്യനോളം കിട്ടി. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇത്രയും ബുക്ക് വെച്ച് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത്ര നന്നായിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ അവർക്ക് ഉണ്ടാക്കാം, എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 128 to 134 ആണ് പേജ് നമ്പർ, ഫസ്റ്റ് ഇയർ വോളിയം 1. ഒന്ന് നോക്കി പോണേ. ഓക്കെ, വാട്ട് ആർ ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് വെൻ ഹോൾസ് ആർ ക്രിയേറ്റഡ് ഡ്യൂ ടു ഹീറ്റിംഗ്? ഇലക്ട്രോൺസ് ആണോ, പ്രോട്ടോൺസ് ആണോ, ഹോൾസ് ആണോ, ന്യൂട്രോൺസ്? മൈനോറിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് വെൻ ഹോൾസ് ആർ ക്രിയേറ്റഡ് ഡ്യൂ ടു ഹീറ്റിംഗ്? ഹോൾസ് ഹീറ്റ് ചെയ്ത് അതിലെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഏതാണെന്നാണ്. ഓക്കെ, ഏതാണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഓക്കെ, കറക്റ്റാണ്, നമുക്കറിയാം. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ അവർ പറയുന്നുണ്ട് വെൻ ഹോൾസ് ആർ ക്രിയേറ്റഡ് ഡ്യൂ ടു ഹീറ്റിംഗ്. ഹോൾസ് ആണ് ഉണ്ടാവുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും മൈനോറിറ്റി. അല്ലെങ്കിൽ തന്നെ എൻ ടൈപ്പ് മെറ്റീരിയലിലെ മൈനോറിറ്റി കാരിയേഴ്സ് എന്താണ്? എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൻ ടൈപ്പ് മെജോറിറ്റി ആരാണ്? മെജോറിറ്റി ഇലക്ട്രോൺസ് അല്ലേ, മൈനോറിറ്റി ഹോൾസ്. ഇത്ര ഓർത്തിരിക്കാം, മെജോറിറ്റി ഇലക്ട്രോൺസും മൈനോറിറ്റി ഹോൾസും ആണ് എൻ ടൈപ്പ് മെറ്റീരിയൽ. What happens when gallium is added to a pure germanium or silicon crystal? Gallium ആണ് ആഡ് ചെയ്യുന്നത്. It creates an excess of electrons per bond. It creates a vacancy of or deficit of electrons per bond. It remains electrically neutral. It transforms into an insulator. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഫുള്ള് കൺഫ്യൂഷൻ ആയി പോകരുത്, ആലോചിക്കുക ക്വസ്റ്റ്യൻ എടുത്തിട്ട്. നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം ഏതാണെന്ന് ആലോചിക്കുക. നമ്മൾ ആഡ് ചെയ്യുന്നത് ഗാലിയമാണ്. ഇപ്പോൾ ഗാലി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുമെന്ന് ആലോചിക്കുക. കുറേ പേരൊക്കെ കറക്റ്റ് ആക്കുന്നുണ്ട്, ആരും തന്നെ തെറ്റിച്ചിട്ടില്ല. എന്നാലും 1-2 പേരൊക്കെ തെറ്റിക്കുന്നുണ്ട്. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ഗാലി അല്ലേ, അപ്പോൾ നമ്മളവിടെ ഒരു വേക്കൻസി പ്രൊഡ്യൂസ് ചെയ്യണം. പി ടൈപ്പ് ആണല്ലേ, ഒരു ഹോളാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഗാലി ആഡ് ചെയ്യുമ്പോൾ. മറന്നു പോകരുത്. 1-2 പേര് തെറ്റിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. തെറ്റി പഠിക്കുകയുള്ളൂ. ഇപ്പോൾ തെറ്റിയെന്ന് വിചാരിച്ച് പേടിക്കണ്ട. ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളിത് പഠിക്കണം കറക്റ്റായിട്ട്. ഓക്കെ, തെറ്റിയ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക, എത്ര എണ്ണം തെറ്റിയെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വൈ ഈസ് ഗാലിയം റെഫേർഡ് ടു ആസ് ആൻ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി? ഓക്കെ, അക്സെപ്റ്റർ എന്ന് ഗാലിയത്തിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഡൊണേറ്റ്സ് ഇലക്ട്രോൺസ് ടു ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇറ്റ് അക്സെപ്റ്റ്സ് ഇലക്ട്രോൺസ് വെൻ സപ്ലൈഡ്. ഇറ്റ് ഹാസ് എ ന്യൂട്രൽ ചാർജ്. ഇറ്റ് റിപ്പൾസ് ഇലക്ട്രോൺസ് ഫ്രം ദ ക്രിസ്റ്റൽ ലാറ്റിസ്. എന്തുകൊണ്ടാണ് ഗാലിയത്തിനെ നമ്മൾ അക്സെപ്റ്റർ എന്ന് വിളിക്കാനുണ്ടായ കാരണം? അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്നാണ് നമ്മൾ ഗാലിയത്തിനെ പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. അക്സെപ്റ്റ് ഇലക്ട്രോൺസ് വെൻ സപ്ലൈഡ്. ഇലക്ട്രോൺസ് കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യും, അത് കാരണമാണ് ഇതിനെ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് ഫോംഡ് when gallium is added to a crystal and why? N type of material due to excess electrons, P type of material due to excess electrons, P type of material due to availability of holes, N type of material due to availability of holes. ഏതാണ് നമ്മുടെ ആൻസർ? പെട്ടെന്ന് പറഞ്ഞോണം. നമ്മൾ
38 പേജ് ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുകയാണ്. 193 പേജസ് ഉണ്ട് ടോട്ടൽ. ഓക്കെ, നമ്മൾ ആൻസർ നോക്കാം. ഏതാണ്? നമുക്കറിയാം ഗാലി ഇട്ട് കഴിഞ്ഞാൽ ഏത് മെറ്റീരിയലായിട്ട് മാറും? അത് ഗാലി ആക്സെപ്റ്റർ ആണല്ലേ. അപ്പോൾ അത് പി ടൈപ്പ് മെറ്റീരിയലാണ് ഉണ്ടാവുന്നത് നമുക്ക് അല്ലേ. പി ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാവും. പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോൾസ് ആണല്ലേ, ഡ്യൂ ടു അവൈലബിലിറ്റി ഓഫ് ഹോൾസ്. ഓക്കെ, അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടത് നമുക്കറിയാം. വാട്ട് ഈസ് ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ? ഇലക്ട്രോൺസ് ആണോ, ഹോൾസ് ആണോ, പ്രോട്ടോൺസ് ആണോ, ന്യൂട്രോൺസ് ആണോ? പി ടൈപ്പ്. പി ടൈപ്പ് എന്ന് കണ്ട് നിങ്ങൾ പ്രോട്ടോൺസ് ഒന്ന് കയറി എഴുതരുത്. ഓക്കെ, എല്ലാവരും കറക്റ്റാക്കുന്നുണ്ട്. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? ഹോൾസ്. ഓക്കെ, ഹോൾസ് ആണ്. ഓക്കെ, ഹോൾസ് ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. When a p-type material is connected across a battery, what type of current flows? ഇലക്ട്രോൺ കറണ്ട് ആണോ, ഹോൾ കറണ്ട് ആണോ, പ്രോട്ടോൺ കറണ്ട് ആണോ, ന്യൂട്രോൺ കറണ്ട്? ഇങ്ങനെ എല്ലാം പറഞ്ഞു പോയാലും നമ്മൾ പരീക്ഷയ്ക്ക് കൊണ്ടിട്ട് പ്രോട്ടോൺ കറണ്ട് എന്ന് എഴുതി വെക്കും പോസിറ്റീവ് എന്നൊക്കെ കാണുമ്പോൾ. ഓക്കെ, പി ടൈപ്പ് മെറ്റീരിയൽ ആണ്. കണക്ട് ചെയ്യുമ്പോൾ എന്ത് കറണ്ടാണ് ഉണ്ടാവുന്നത്? ഹോൾ കറണ്ട് അല്ലേ. ഹോളാണ്, ഹോൾസിന്റെ കറണ്ട് ആണ് പി ടൈപ്പിൽ. പിയിലെ മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? ഹോൾസ് ആണ്. പിയിലെ മൈനോറിറ്റി കാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എന്തായാലും ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് കാരണമായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അതായത് ഹോൾ കാരണമാണ് നമ്മുടെ കറണ്ട് ഫ്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് പി ആൻഡ് എൻ മെറ്റീരിയൽസ് ഇൻ എ ഡയോഡ് ഡ്യൂ ടു ഡിഫ്യൂഷൻ? ഡിഫ്യൂഷൻ സമയത്ത് എന്താണ് ആ ജംഗ്ഷനിൽ സംഭവിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺസ് മൂവ് ഫ്രം പി ടു എൻ മെറ്റീരിയൽ. ഇലക്ട്രോൺസ് ഫ്രം എൻ മെറ്റീരിയൽ റീകമ്പൈൻസ് വിത്ത് ഹോൾസ് ഇൻ പി മെറ്റീരിയൽ. ഹോൾസ് മൂവ് from P to N material. Electrons and holes move across the junction equally. ഇതിൽ ഏതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ സംഭവിക്കുന്നത്? ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. എൻ മെറ്റീരിയലിൽ നിന്നുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകുന്നുണ്ട്? എൻ മെറ്റീരിയൽ എന്നുള്ള ഇലക്ട്രോൺസ് നേരെ പി മെറ്റീരിയലിലേക്ക് അല്ലേ, ഹോൾസിലേക്ക്. പി മെറ്റീരിയലിലെ ഹോൾസിലേക്ക് ചെന്നിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വാട്ട് കോസസ് ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്ലീഷൻ ലെയർ ഇൻ എ പി എൻ ജംഗ്ഷൻ? ഓക്കെ, വാട്ട് കോസസ് ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്ലീഷൻ ലെയർ ഇൻ എ പി എൻ ജംഗ്ഷൻ? റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്, മൂവ്മെന്റ് ഓഫ് ഫ്രീ കാരിയേഴ്സ് ഫ്രം P to N material, movement of free carriers from N to P material, absence of free carriers near the junction. ഏതാണ് formation of a depletion layer? ഏതാണ്? സ്പീഡ് പോരാ, പെട്ടെന്ന് ഇവിടെ വരട്ടെ. കുറച്ച് പേര് തെറ്റുന്നുണ്ട്, എന്നാലും കൂടുതൽ പേരുടെ ശരിയായിട്ടുണ്ട്. ചുമ്മാ അങ്ങ് ആൻസർ ചെയ്യേ, ശരിയാണോ തെറ്റാണോ നോക്കണ്ടത് നിങ്ങൾ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്ലീഷൻ തന്നെയാണ്. ഡിപ്ലീറ്റഡ് ചാർജസ് എന്ന് കണ്ടാ പറയുന്നത് അല്ലേ. ഡിപ്ലീറ്റഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ അവിടെ ചാർജ് ഒന്നും ഇല്ല. ചാർജ് ഇല്ല, ഫ്രീ കാരിയേഴ്സ് ഇല്ല. എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാവുന്ന കാരിയേഴ്സ് ഇല്ല. അതാണ്. ഇലക്ട്രോൺസോ ഹോൾസോ ഒന്നും ഉണ്ടാവില്ല. അവിടെ ചാർജ് ഉണ്ട് അല്ലേ, ഫിക്സഡ് ആയിട്ടുള്ള അയോൺസ് ഉണ്ട്. അതായത് എൻ സൈഡിൽ പി എൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. അല്ല, ഇവിടെ പോസിറ്റീവ് ചാർജസ് ആണ്. എന്നിന്റെ സൈഡിൽ പോസിറ്റീവ് ചാർജസും ഇവിടുത്തെ ഇതിൽ പി സൈഡിൽ നെഗറ്റീവ് ചാർജസ് ആയിരിക്കും. കാരണം ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി, എന്നിൽ നിന്നുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് പോയി? പിയിലേക്ക് പോയി. അപ്പോൾ ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ പോസിറ്റീവ് ചാർജ് അവിടെ ബാക്കി നിൽക്കും. പോസിറ്റീവ് ചാർജിന്റെ ഫിക്സഡ് ചാർജാണ്, അത് മൂവ് ചെയ്യാൻ പറ്റില്ല. അത് ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ മൂവ് ചെയ്യാവുന്ന ചാർജ് ഇല്ല എന്നുള്ളതാണ് ഡിപ്ലീഷൻ റീജിയന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ സൈഡിൽ ഇരിക്കുന്ന ചാർജസ് എല്ലാം പോസിറ്റീവ് ചാർജസ് ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. കാരണം ഇലക്ട്രോൺസ് എല്ലാം കൂടെയും കൂടിയിട്ട് എങ്ങോട്ട് പോയി? പി സൈഡിലേക്ക് പോയി. അപ്പോൾ ഇലക്ട്രോൺസ് പി സൈഡിലേക്ക് പോയ കാരണം അവിടെ ഒരു കുറച്ച് പോസിറ്റീവ് ചാർജ് അവിടെ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇലക്ട്രോൺസ് ചെന്ന് കയറിയത് എങ്ങോട്ടാണ്? ഈ പി സൈഡിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജസ് ആയി എന്ന് വിചാരിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ അങ്ങ് ഓർത്തിരുന്നാൽ ആ പ്രശ്നം തീരും. അടുത്തത്, വാട്ട് ഡു ദ layers of negative and positive ions near the junction behave like? Resistor, കപ്പാസിറ്റർ, ബാറ്ററി, ട്രാൻസിസ്റ്റർ. അതായത് ഈ ഇത് എന്തായിട്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെന്നാണ്.
നെഗറ്റീവ് അയോൺസ് പോസിറ്റീവ് അയോൺസിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ, എവിടെയൊക്കെ പോസിറ്റീവ് എവിടെയൊക്കെ നെഗറ്റീവ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും കറക്റ്റ് ആക്കുന്നുണ്ട്. അതൊരു ബാറ്ററി പോലെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു ബാറ്ററി പോലെയാണ് ഈ പോസിറ്റീവ് അയൺ അതിനെ നമ്മൾ പറയുന്നത് അല്ലേ, ഒരു ബാറ്ററി ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, വാട്ട് പ്രിവെൻറ്റ്സ് ഫർദർ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ എൻ മെറ്റീരിയൽ ടു മെറ്റീരിയൽ ഇൻ എ പി എൻ ജംഗ്ഷൻ. അപ്പോൾ എന്നിൽ നിന്ന് പിയിലേക്കുള്ള മൂവ്മെന്റിനെ ആരാണ് പ്രിവെന്റ് ചെയ്യുന്നത്? ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ദ പ്രസൻസ് ഓഫ് ഹോൾസ്, ദ ഫോർമേഷൻ ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ, ദ റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ആരാണ് അവിടെ പ്രിവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫർദർ മൂവ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, ആൻസർ നോക്കാം. സി ആണ്. എല്ലാവരും തന്നെ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ആ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്ന സാധനം അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഡിപ്ലീഷൻ ലെയർ നമുക്കറിയാം, ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, അവിടെ ചാർജ് കാരിയേഴ്സ് ഇല്ല, മൂവ് ചെയ്യാവുന്ന ചാർജ് കാരിയേഴ്സ് ഇല്ല. അപ്പോൾ അത് കാരണം മൂവ് ചെയ്താലല്ലേ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. മൂവ് ചെയ്യാവുന്ന ചാർജ് കാരിയേഴ്സ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കറണ്ട് ഫ്ലോ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തോ പിന്നെ കറണ്ട് ഫ്ലോ ഇല്ല. ഓക്കെ, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് where atoms near the junction gain electrons and become negative ions? Recombination, diffusion, ionization, depletion. ഈ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ എന്താ പറയുന്നത്? ഗെയിൻ ചെയ്യുന്ന പരിപാടിയാണ്. ഗെയിൻ ചെയ്യാൻ ലൂസ് ചെയ്യുന്ന പരിപാടി, അതിന് നമ്മൾ എന്താണ് പേരിട്ട് വിളിച്ചുകൊണ്ടത്? നമ്മൾ പണ്ട് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നതാണ്. എല്ലാവർക്കും നന്നായിട്ട് കെമിസ്ട്രി അറിയാമെന്ന് മനസ്സിലായി. എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ശരിയാണ്, എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആവുന്നുണ്ട്. അയോണൈസേഷൻ നല്ല പരിപാടി പറയുന്നത് ആറ്റം ഗെയിൻ ഓർ ലൂസ് ഇലക്ട്രോൺ അയണൈസ് ചെയ്യാന്നല്ലേ. അയണൈസേഷൻ എന്താൽപ്പിന്നോ എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി, എന്തൊക്കെയോ വലിയ വലിയ സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. ഓക്കെ, അത് തന്നെ സാധനം. ഇൻ വിച്ച് ബയസ് ഡസ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഏത് ബയസിലാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്? ഫോർവേഡ് ബയസ് ആണോ, റിവേഴ്സ് ബയസ് ആണോ? ബോത്ത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസ് ആണോ, നോ ബയസ് ആണോ? എവിടെയാണ് കണ്ടക്ഷൻ നടക്കുന്നത്? എല്ലാവർക്കും അറിയാം, എല്ലാവരും കറക്റ്റായ അടുത്തൊരു ക്വസ്റ്റൻ ആണിത്. ആൻസർ ഏതാണ്? ഫോർവേഡ് ബയസ് അല്ലേ. ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ഇതൊക്കെ വരുന്നുണ്ട് ക്വസ്റ്റ്യൻ. പി എൻ ബാറ്ററി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? പി കൊണ്ടുപോയി പോസിറ്റീവ്, എൻ കൊണ്ടുപോയി നെഗറ്റീവ് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബയസ് കണക്ട് ചെയ്താൽ ഡിപ്ലീഷൻ ലെയറിന്റെ വിട്ട് കുറഞ്ഞു വരും അല്ലേ. ഡിപ്ലീഷൻ ലെയറിന്റെ വിട്ട് കുറഞ്ഞു വന്ന് അവസാനം കണ്ടക്ഷൻ നടക്കും. അത്തരം പരിപാടിനെ പറയുന്ന പേരാണ് ഫോർവേഡ് ബയസിങ് ഓഫ് എ ഡയോഡ്. ഓക്കെ, ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ കറണ്ട് അല്ലേ. റെസിസ്റ്റൻസ് എന്താ ഫോർവേഡ് ബയസിലെ? സീറോ റെസിസ്റ്റൻസ് അല്ലേ. റെസിസ്റ്റൻസ് ഭയങ്കര മിനിമം ആയിരിക്കും ഫോർവേഡ് ബയസ്. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് അത് വരും എന്നാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ടൈം ഡിസ്ക്രൈബ്സ് the absence of free carriers in the depletion region? Ionization, recombination, diffusion, depletion. ഫ്രീ കാരിയേഴ്സ് ഇല്ലാതായി പോകുന്ന അവസ്ഥയുടെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഓൾറെഡി മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. എന്താണ്? ഓക്കെ, കറക്റ്റാണ്. ആൻസർ പറയുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുവാണല്ലോ. സ്പീഡിൽ പോരട്ടെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കറക്റ്റാണ്. കുറേ പേര് പറഞ്ഞത് ഡിപ്ലീഷൻ അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഡിപ്ലീഷൻ എന്നാണ് ഈ പ്രോസസ്സിൻ്റെ പേര്. ഈ ഫ്രീ കാരിയേഴ്സിനെ ഇല്ലാതാവുന്ന പ്രോസസ്സിൻ്റെ പേര് ഡിപ്ലീഷൻ. ഓക്കെ, വാട്ട് ആർ ദ ടെർമിനൽസ് അറ്റാച്ച്ഡ് ടു എ പി എൻ ജംഗ്ഷൻ ഡയോഡ് കണക്റ്റഡ് ടു? പി എൻ ജംഗ്ഷൻ ഡയോഡിൽ എന്തൊക്കെയാണ് ടെർമിനൽസ്? ബോത്ത് പി മെറ്റീരിയൽ, ബോത്ത് എൻ മെറ്റീരിയൽ, വൺ ടെർമിനൽ പി മെറ്റീരിയൽ ആൻഡ് അതർ ടെർമിനൽ എൻ മെറ്റീരിയൽ, ദ ഡിപ്ലീഷൻ ലെയർ. ഏതാണ് ഇതിലെ ടെർമിനൽസ്? ഏതാണ്? ഓക്കെ, കറക്റ്റാണ്.
കറക്റ്റാണ്. വൺ ടെർമിനൽ പി പി മെറ്റീരിയൽ ആൻഡ് അനദർ ടെർമിനൽ എൻ മെറ്റീരിയൽ. ഒരു പി സൈഡും ഒരു എൻ സൈഡും കാണുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു പി സൈഡും വേണം, ഒരു പി ടെർമിനൽ പി ഡിവൈസ് ഇതും വേണം, മെറ്റീരിയൽ വേണം, ഒരു എൻ മെറ്റീരിയലും വേണം. രണ്ടും കൂടെയും കൂടിയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു പി എൻ ഡയോഡ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് പ്രിവെന്റ്സ് കറന്റ് ഫ്ലോ ഇൻ ദ റിവേഴ്സ് ബയസ് ഓഫ് എ പി എൻ ജംഗ്ഷൻ? റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യാണ്. അപ്പോൾ ആരാണ് കറന്റ് ഫ്ലോനെ പ്രിവെന്റ് ചെയ്യുന്നത്? പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ, പ്രസൻസ് ഓഫ് ഹോൾസ്, ഫോർമേഷൻ ഓഫ് ദ ഡിപ്ലീഷൻ റെയിൻ, റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. നമ്മൾ ഓൾറെഡി ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് തൊട്ട് മുന്നേ. ഈ ആൻസർ നിങ്ങൾ അത് കാരണം തെറ്റിക്കരുത്. അത് കാരണം എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ആൻസർ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റാണ്. ഫോർമേഷൻ ഓഫ് ഡിപ്ലീഷൻ ലെയർ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇപ്പോൾ റിവേഴ്സ് വൈസ് കണക്ട് ചെയ്യാൻ നേരത്ത് ഡിപ്ലീഷൻ ലെയർ, റിവേഴ്സ് വൈസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് വൈസ് ആണേ, നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറയുവാണ്. പി എൻ ഉണ്ട്, പി കൊണ്ടുപോയിട്ട് എൻ കണക്ട് ചെയ്യുക, എൻ കൊണ്ടുപോയിട്ട് അതായത് പി കൊണ്ടുപോയിട്ട് നെഗറ്റീവ് കണക്ട് ചെയ്യുക, എൻ കൊണ്ടുപോയിട്ട് പോസിറ്റീവ് കണക്ട് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടും, ഡിപ്ലീഷൻ ലെയർ വൈഡൻസ്. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടി വന്നിട്ട് ആ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആയിപ്പോകും. ഓക്കെ, അതാണ് ഡിപ്ലീഷൻ ലെയർ കൂടുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് the internal voltage created by the presence of positive and negative ions at the junction of a PN diode? Conduction potential, barrier potential, forward potential, reverse potential. എന്താണ് ആ പൊട്ടൻഷ്യലിന്റെ പേര്? ആ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ ഇല്ല, അതിന് നമ്മളൊരു പേരിട്ട് വിളിക്കുന്നുണ്ടല്ലേ? ഏതാണ്? ഓക്കെ, കറക്റ്റാണ്. എല്ലാവരും തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ അല്ലേ? ബാരിയർ പൊട്ടൻഷ്യലാണ് നമ്മൾ ആ പൊട്ടൻഷ്യലിനെ വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് കണ്ടീഷൻ ഡസ് എ ഡയോഡ് അലോ കറന്റ് ടു ഫ്ലോ ഫ്രീലി ത്രൂ ദ ജംഗ്ഷൻ? ഫോർവേഡ് ബയസ്, റിവേഴ്സ് ബയസ്, ബാരിയർ ബയസ്ഡ്, കണ്ടക്ഷൻ ബയസ്ഡ്. ഏതിലാണ് കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് നമ്മുടെ ഡയോഡ് അനുവദിക്കുന്നത്? ഏതിലാണ്? എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ് ഫോർവേഡ് ബയസിൽ. ഫോർവേഡ് ബയസ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫോർവേഡ് ബയസിലാണ് കറണ്ട് ഫ്ലോ ഉള്ളത്. വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് വോൾട്ടേജ് റിക്വയർഡ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് എ സിലിക്കൺ ഡയോഡ് ടു ക്യാൻസൽ ദ ബാരിയർ പൊട്ടൻഷ്യൽ ആൻഡ് അലോ ഇലക്ട്രോൺ ഫ്ലോ ഫ്രം എൻ സൈഡ് ടു പി സൈഡ്? എത്ര വോൾട്ടേജ് കൊടുക്കണം? 0.7 കൊടുക്കണോ, 0.3 കൊടുക്കണോ, 1 കൊടുക്കണോ, 0.5 കൊടുക്കണോ? ആരുടെ കേസ്? സിലിക്കൺ എത്ര വോൾട്ടേജ് ആണ്? എല്ലാവർക്കും അറിയാം. നമ്മൾ സെമി കണ്ടക്ടർ പഠിച്ചു തുടങ്ങുമ്പോൾ പഠിക്കുന്നതാണ് എത്ര വോൾട്ടേജ് ആണെന്ന്. എത്രയാണ്? 0.7 വോൾട്ട്. ഓക്കെ, 0.7 വോൾട്ടാണ് അടുത്തത്. കുറച്ച് സ്പീഡിൽ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ പയ്യെ സ്പീഡ് ആയിക്കോളും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ സെക്കൻഡ്, ഞാൻ വായിച്ചെടുക്കുന്ന സെക്കൻഡ് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തോണം. കാരണം നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ കുറച്ച് സമയത്തിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 100 ക്വസ്റ്റ്യൻ അടുക്ക എങ്കിലും, 100 ക്വസ്റ്റ്യനാണ് ഞാൻ ശ്രമിക്കുന്നത്. 100 ക്വസ്റ്റ്യൻ എങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ നോക്കിയാൽ ഒരു 30 ക്ലാസ് കൊണ്ട് ഒരു 3000 ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസിൽ നിന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. 3000 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കണം. 3000 ക്വസ്റ്റ്യൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കണ്ടിട്ട് നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കരുത്. ഇത് ലൈവായിട്ട് തന്നെ വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്നതായിരിക്കും. നിങ്ങൾ അപ്പം തന്നെ പഠിത്തം നിർത്തിക്കോളാം, ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ഞാൻ ഏത് ടോപ്പിക്ക് ഏത് ഹെഡിങ്ങാണ് പറയുന്നതെന്ന് വെച്ചാൽ ആ പേജ് നോക്കിയിട്ട് വെറുതെ വായിച്ചിട്ട് വന്നാലും മതി. വെറുതെ വായിച്ചിട്ട് വന്ന് 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേക്കും അത് പഠിച്ചോളൂല്ലോ. അപ്പോൾ എല്ലാവരും ഈ ലൈവ് അറ്റൻഡ് ചെയ്യാൻ തന്നെ നോക്കുക. കാരണം ഒരു മണിക്കൂറിൻ്റെ കേസേ ഉള്ളൂ. ആ 1 മണിക്കൂർ നിങ്ങൾ ചിലപ്പോൾ ആ 1 മണിക്കൂർ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു 2-3 മാർക്ക് കിട്ടിയാൽ ചിലപ്പോൾ ഒരു ജോലിയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ കണ്ടിട്ട് ഇത് എഴുതാം. പിന്നെ കുറേ പേര് ഇരിക്കുന്നുണ്ട് ഇതിന് PPT കിട്ടിയിട്ട് PDF കിട്ടിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ഇന്നത്തെ PDF മാത്രം ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഈ ആൻസർ എക്സ്പ്ലനേഷൻ വെച്ചേക്കുന്നത്. അടുത്ത ക്ലാസ് മുതൽ ആൻസർ എക്സ്പ്ലനേഷനും കാണില്ല, ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ. അതിൽ ആൻസർ ഞാൻ മാർക്ക് ചെയ്ത് തരില്ല. അപ്പോൾ മാർക്ക് ചെയ്ത ഷീറ്റ് വേണമെന്ന് പറഞ്ഞ് ആരും വിളിക്കുകയും വേണ്ട, മെസ്സേജ് ഇടുകയും വേണ്ട. ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞേക്കാം, അത് തരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ വായിച്ച് പഠിക്കുന്നതല്ല ഇത്. നിങ്ങളിങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് ലൈവ് അറ്റൻഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രിൻ്റ് അടിക്കാമല്ലോ. പിന്നെ നിങ്ങൾക്ക്
മാർക്ക് ചെയ്ത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് പഠിച്ചാൽ മതി. അപ്പം അങ്ങനെ കിട്ടില്ല. അപ്പോൾ നിങ്ങളത് ഓർത്തിരുന്നോണം. ഇതും പറഞ്ഞിട്ട് വിളിക്കുകയും വേണ്ട, മെസ്സേജ് ഇടുകയും വേണ്ട. ഇനി അതിലൊരു ചർച്ചയില്ല കേട്ടോ, നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് വെച്ചിരിക്കുന്നത്, ഈ സെക്കൻഡ് പേജിൽ ഇതിൻ്റെ ആൻസറും എക്സ്പ്ലനേഷനോടെ കൂടി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കുക. നമുക്കിനി അത്രയും സമയമുള്ളൂ, കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഒരാഴ്ചയിൽ 1 മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മിനിമം മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ഒറിജിനൽ സിലബസ് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ കൂട്ടും, ലൈവിൻ്റെ എണ്ണം കൂട്ടും. അന്നേരം നിങ്ങൾ അന്നേരം പഠിച്ചു തുടങ്ങണം. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലാണ് ആ സമയത്തേക്കും സ്പീഡ് ആവുള്ളൂ. ഓക്കെ, നോക്കി. ഇനി കുറച്ചുകൂടെ സ്പീഡ് ഞാൻ പറയുവാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് പകുതി പോലും ആയിട്ടില്ല. വിച്ച് ലീഡ്സ് ഓഫ് എ PN ജംഗ്ഷൻ ഡയോഡ് ആർ നോൺ ആസ് കാഥോഡ് ആൻഡ് ആനോഡ് റെസ്പെക്റ്റീവ്ലി. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. ആനോഡ് എന്ന് പറഞ്ഞാൽ N ടെർമിനൽ, കാഥോഡ് P ടെർമിനൽ. ആനോഡ് P ടെർമിനൽ, കാഥോഡ് N ടെർമിനൽ. ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. ആനോഡ് നെഗറ്റീവ്, കാഥോഡ് പോസിറ്റീവ്. ഏതാണ് ഇതിൻ്റെ ആൻസർ? എന്തായി? ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ. ആനോഡ് P, കാഥോഡ് N ആണ് കേട്ടോ. ആനോഡ് P, കാഥോഡ് N. അപ്പോൾ ആനോഡ് പോസിറ്റീവ് എന്ന് പറയാൻ വേണമെങ്കിൽ, കാഥോഡ് നെഗറ്റീവ് എന്ന് പറയാം. പക്ഷെ ആനോഡ് പിയിലേക്കാണ് നമ്മൾ ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്, എന്നിലേക്കാണ് ആനോഡ് കാഥോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിയിലേക്ക് ആനോഡും എന്നിലേക്ക് കാഥോഡുമാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ പറയാറുണ്ട്. അപ്പം അത് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വരില്ല എന്തായാലും, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് വെൻ എ ഡയോഡ് ഇസ് റിവേഴ്സ് ബയസ്ഡ്? കറണ്ട് ഫ്ലോസ് ഫ്രീലി, ബാരിയർ പൊട്ടൻഷ്യൽ ക്യാൻസൽസ് ഔട്ട്, എക്സ്റ്റേണൽ ബാറ്ററി വോൾട്ടേജ് ആഡ്സ് ടു ദ ബാരിയർ പൊട്ടൻഷ്യൽ, ഡയോഡ് ആക്ട്സ് ആസ് എ യൂണിഡയറക്ഷണൽ കറണ്ട് സ്വിച്ച്. എന്താണ് റിവേഴ്സ് ബയസ് കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത്? കറക്റ്റാണ്, കുറേ പേര് കറക്റ്റ് ആക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ബാറ്ററി വോൾട്ടേജ് ആഡ് ചെയ്യാണ് ബാരിയർ പൊട്ടൻഷ്യലിലേക്ക്. നമ്മൾ പറഞ്ഞില്ലേ, ബാരിയർ പൊട്ടൻഷ്യൽ ഇങ്ങനെ വൈഡൻ ചെയ്ത് വരിക, വൈഡൻ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്തിലേക്ക് പോവാണ്? ഈ ബാരിയർ പൊട്ടൻഷ്യലിലേക്ക് പോവാണ്. അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യലിലേക്കാണ് ആഡ് ചെയ്താണ് വരുന്നത് ബാറ്ററി വോൾട്ടേജ്. ഓക്കെ, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് വെൻ എ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ്? Several tens of mega ohms, few ohms to few tons of ohms, very low resistance, indefinite resistance. ഏതാണ്? ഡയോഡ് ഇസ് ഫോർവേഡ് ബയസിൽ. ഒത്തിരി തവണ PSC ചോദിച്ചാൽ ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും റെസിസ്റ്റൻസ്? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അത്യാവശ്യം എല്ലാവരും കറക്റ്റ് ആക്കുന്നുണ്ട്. എല്ലാവരും കറക്റ്റാണ്. ഏതാണ്? വെരി ലോ, ഫ്യൂ ഓംസ് ടു ഫ്യൂ. ഇതിൽ ലോ റെസിസ്റ്റൻസ് ആണ് ടെർമിനൽസ്. ഡയോഡ് ഫോർവേഡ് ബയസ് വരുമ്പോൾ വെരി ലോ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ നമ്മുടെ ബുക്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, വെരി ഫ്യൂ ഓംസ് ടു ഫ്യൂ ടൺസ് ഓഫ് ഓംസ് എന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ലോ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. സീറോ റെസിസ്റ്റൻസ് നമ്മൾ സാധാരണ പറയാറ്. ഒന്ന് കറക്റ്റ് ചെയ്തോണം, ഞാൻ കറക്റ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക്. ലോ റെസിസ്റ്റൻസ് ആണ്, നിങ്ങളെല്ലാവരും ലോ റെസിസ്റ്റൻസ് തന്നെയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ഹൗ ഈസ് ദ ഡയോഡ് കണക്റ്റഡ് ടു എ ഫോർവേഡ് ബയസ്? ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ആനോഡ് ടു ദ പോസിറ്റീവ്, കാഥോഡ് ടു ദ നെഗറ്റീവ് ആണോ? ആനോഡ് ടു ദ നെഗറ്റീവ്, കാഥോഡ് ടു ദ പോസിറ്റീവ് ആണോ? ബോത്ത് ആനോഡ് ആൻഡ് കാഥോഡ് ടു ദ പോസിറ്റീവ് ആണോ? ബോത്ത് ആനോഡ് ആൻഡ് കാഥോഡ് ടു ദ നെഗറ്റീവ് ആണോ? ഏതാണ് ആൻസർ ഫോർവേഡ് ബയസിൽ? ഓക്കെ, ആനോഡ് പോസിറ്റീവ് അല്ലേ, നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ പി എന്ന് പറയുന്നത് ആനോഡാണ്, N എന്ന് പറയുന്നത് കാഥോഡ് അല്ല, അങ്ങനെയല്ല പറഞ്ഞേ. P ആനോഡ്, N കാഥോഡ്. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഇതിനൊരു ആൻസർ പറഞ്ഞായിരുന്നു. P ആനോഡ്, N കാഥോഡ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ പിയിലേക്ക് പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആനോഡിലേക്ക് പോസിറ്റീവ്, കാഥോഡിലേക്ക് നെഗറ്റീവ് ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is the minimum order of the ratio of resistance in forward to reverse bias as per the rule mentioned in the test?
നമ്മൾ ഇതിൻ്റെ ഇതെന്താണ് ഇവരുടെ ഈ സ്റ്റാൻഡേർഡ് ഇതനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ പറയുന്നതെന്നാണ്. 1:10 ആണോ, 1:100 ആണോ, 1:1000 ആണോ, 1:10,000 ആണോ? ഏതാണ് 1:, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, 1:, പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. 1:1000 അല്ലേ, 1:1000 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് എഫക്ട് ഡസ് ദ എക്സ്റ്റേണൽ ബാറ്ററി വോൾട്ടേജ് ഹാവ് വെൻ എ ഡയോഡ് ഇസ് റിവേഴ്സ് ബയസ്ഡ്? ഓക്കെ, എക്സ്റ്റേണൽ ബാറ്ററി വോൾട്ടേജ് റെഡ്യൂസസ് ദ ബാറ്ററി പൊട്ടൻഷ്യൽ, ആഡ്സ് ടു ദ ബാറ്ററി പൊട്ടൻഷ്യൽ, ഓൾറെഡി പറഞ്ഞാണിത്. ക്യാൻസൽസ് ദ ബാറ്ററി പൊട്ടൻഷ്യൽ, ഇൻക്രീസസ് ഫോർവേഡ് ബയസ്. നമ്മൾ ഒരു എക്സ്റ്റേണൽ ബാറ്ററി വോൾട്ടേജ് കൊടുക്കുമ്പോൾ റിവേഴ്സ് ബയസിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും പറയുന്നുണ്ട് ആഡ്സ് ടു ദ ബാരിയർ പൊട്ടൻഷ്യൽ. നമ്മളത് പറഞ്ഞല്ലേ, ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലേഷൻ ലെയർ വൈഡൻസ്, അതായത് ബാരിയർ പൊട്ടൻഷ്യലിലേക്ക് ആഡ് ചെയ്താണ് വരുന്നത്. ഫോർവേഡ് ബയസ് ആണ് നേരെ തിരിച്ചാണ്, അത് മൈനസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതാണ് ഡിപ്ലേഷൻ ലെയർ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിസ്റ്റിങ്വിഷസ് ലോ പവർ ഡയോഡ്സ് ഫ്രം ഹൈ പവർ ഡയോഡ്സ്? ഹൈ പവർ ഡയോഡ്, ലോ പവർ ഡയോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഡയോഡ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. കറണ്ട് ഫ്ലോ ഡയറക്ഷൻ ആണോ, വോൾട്ടേജ് ഹാൻഡിങ് കപ്പാസിറ്റി ആണോ, ഹീറ്റ് ഡിസിപ്പേഷൻ എബിലിറ്റി ആണോ, സിഗ്നൽ ഡിറ്റക്ഷൻ കേപ്പബിലിറ്റി ആണോ നമ്മുടെ ഈ ലോ പവറും ഹൈ പവറും തമ്മിലുള്ള വ്യത്യാസം പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആക്കുന്നുണ്ട്. ആൻസർ വോൾട്ടേജ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ആണല്ലേ. ഇത് മില്ലി വോൾട്ട് ആണ് നമ്മുടെ ലോ പവർ. ഹൈ പവർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് വാട്ട്സ് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡയോഡ് ഈസ് പ്രൈമർലി യൂട്ടിലൈസ്ഡ് ഇൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫോർ ഫാസ്റ്റ് സർക്യൂട്ട് സ്വിച്ചിങ്? സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡയോഡ് ഏതാണ്? റെക്ടിഫയർ ഡയോഡാണോ, മീഡിയം പവർ ഡയോഡാണോ, സ്വിച്ചിങ് ഡയോഡാണോ, സിഗ്നൽ ഡയോഡാണോ? ഏതാണ് നമ്മൾ സ്വിച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, സ്വിച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡയോഡ് ഏതാണ്? പേര് തന്നെ ഉണ്ടല്ലോ, സ്വിച്ചിങ് ഡയോഡ്. സ്വിച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡയോഡ് സ്വിച്ചിങ് ഡയോഡ്. അത് ഹൈ ഫ്രീക്വൻസിയിൽ ഓൺ ഓഫ് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയോഡാണ് ഈ സ്വിച്ചിങ് ഡയോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആപ്ലിക്കേഷൻ ബെസ്റ്റ് സ്യൂട്ട്സ് സിഗ്നൽ ഡയോഡ്? സിഗ്നൽ ഡയോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പവർ സപ്ലൈ കൺവേർഷൻ, സിഗ്നൽ ഡിറ്റക്ഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്, ഫാസ്റ്റ് സ്വിച്ചിങ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്സ്, ഹീറ്റ് ഡിസിപ്പേഷൻ ഇൻ ഹൈ പവർ സർക്യൂട്ട്സ്. ഏതിനാണ് നമ്മൾ ഈ സിഗ്നൽ ഡയോഡ്സ് യൂസ് ചെയ്യുന്നത്? സിഗ്നൽ ഡയോഡ്സ്, നമ്മൾ സിഗ്നൽ ഡയോഡ്സ് പഠിക്കാൻ നേരത്ത് അതിൽ ആദ്യം തന്നെ അവർ എഴുതിയിട്ടുണ്ട് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കറക്റ്റാക്കിയിട്ടുണ്ട്. സിഗ്നൽ ഡിറ്റക്ഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ്. നമ്മൾ AM ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത്, അല്ലെങ്കിൽ AM ഡിറ്റക്ട് ചെയ്യാൻ നേരത്ത് ഡീമോഡുലേറ്റർ ഓഫ് AML ഒക്കെ നമ്മൾ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ സിഗ്നൽ ഡയോഡാണ്. ഓക്കെ, വിച്ച് മാനുഫാക്ചറിംഗ് ടെക്നിക്സ് ഇൻവോൾവ്സ് അലോയിങ് ഓർ ഡിഫ്യൂസിങ് P and N മെറ്റീരിയൽസ് ഓൺ എ സെമി കണ്ടക്ടർ സബ്സ്ട്രേറ്റ്? ഡിഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഏത് ടെക്നിക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനുഫാക്ചറിംഗ് ടെക്നിക്കാണ്. പോയിന്റ് കോൺടാക്ട് ഡയോഡ്സിലാണോ, ജംഗ്ഷൻ ഡയോഡ്സിലാണോ, മീഡിയം പവർ ഡയോഡ്സിലാണോ, ഹൈ പവർ ഡയോഡ്സിലാണോ? ഇതിനാണ് ഓക്കെ, അത് ജംഗ്ഷൻ ഡയോഡ്സിനാണ്. ജംഗ്ഷൻ ഡയോഡ്സിനാണ് നമ്മൾ അലോയിങ് അല്ലെങ്കിൽ ഡിഫ്യൂസിങ് P and N മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബുക്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് സമയം പോലെ വായിച്ചു നോക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് റെക്ടിഫയർ ഡയോഡ്സ്? സിഗ്നൽ ഡിറ്റക്ഷൻ, ഫാസ്റ്റ് സ്വിച്ചിങ്, AC to DC വോൾട്ടേജ് കൺവേർഷൻ, റേഡിയോ റിസപ്ഷൻ. ഏതാണ് നമ്മുടെ റെക്ടിഫയർ ഡയോഡ്സിൻ്റെ ഉപയോഗം? അല്ലെങ്കിൽ ഉപയോഗമല്ല, പ്രൈമറി ഫംഗ്ഷൻ. കറക്റ്റാണ്, AC to DC വോൾട്ടേജ് കൺവേർഷൻ. അത് റെക്ടിഫയർ ആയിട്ടാണ് നമ്മൾ ഈ ഡയോഡിനെ മെയിനായിട്ട് അല്ലേ, AC-നെ DC ആക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ റെക്ടിഫയർ. ആ റെക്ടിഫയറിൽ ഉള്ള ഒരു മെയിൻസ് ആളാണ് നമ്മുടെ ഡയോഡ്. ഓക്കെ, റെക്ടിഫയർ ഡയോഡ്സ് ആണ് നമ്മൾ റെക്ടിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വാട്ട് ഡിസ്റ്റിങ്വിഷസ് മീഡിയം പവർ ഡയോഡ്സ് ഫ്രോം ഹൈ പവർ ഡയോഡ്സ്? കറണ്ട് ഫ്ലോ ഡയറക്ഷൻ, വോൾട്ടേജ് ഹാൻഡിങ് കപ്പാസിറ്റി, ഹീറ്റ് ഡിസിപ്പേഷൻ എബിലിറ്റി, സിഗ്നൽ ഡിറ്റക്ഷൻ കപ്പാസിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. മീഡിയം, ഹൈ പവർ. നമ്മൾ ലോ പവറും ഹൈ പവറാണ് ആദ്യം പറഞ്ഞത്. ഇത് മീഡിയം ആൻഡ് ഹൈ പവർ. ഓക്കെ, ആൻസറിലേക്ക് പോകാം നമുക്ക്.
വോൾട്ടേജ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി തന്നെയാണ് അല്ലേ. നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ വോൾട്ടേജ് ഹാൻഡ്ലിംഗ് അനുസരിച്ചാണ് ലോ പവർ, മീഡിയം പവർ, ഹൈ പവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയോഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, വിച്ച് ഡയോഡ് ടൈപ്പ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് പവർ ഓർഡേഴ്സ് ഓഫ് സെവറൽ മില്ലി വാട്ട്സ്. മില്ലി വാട്ട് പവറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ പവർ ഡയോഡാണോ, മീഡിയം പവർ ആണോ, ഹൈ പവർ ആണോ, സിംഗിൾ ഡയോഡ്സ് ആണോ? മില്ലി വാട്ട് റേഞ്ചിൽ മില്ലി വാട്ട് എന്ന് പറയുമ്പോൾ കുറവാണല്ലേ. അപ്പോൾ കറക്റ്റാണ്. മില്ലി വാട്ട് റേഞ്ചിൽ ലോ പവർ ഡയോഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സർക്യൂട്ട്സ് ആർ സ്വിച്ചിങ് ഡയോഡ്സ് പ്രൈമർലി യൂസ്ഡ്? കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ട്, പവർ സപ്ലൈ സർക്യൂട്ട്, റേഡിയോ റിസീവർ. നിങ്ങൾ സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഓണും ഓഫ് ആവോ എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഈ ഓണും ഓഫ് ആവുന്ന സർക്യൂട്ട് ഏതാണ്? അത് ഓർത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓണും ഓഫ് ആവുന്ന സർക്യൂട്ട് നമ്മുടെ ആൻസർ ഏതാണ്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലേ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണ് നമ്മൾ ഈ സ്വിച്ചിങ് ഡയോഡ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ടൈപ്പ് ഇൻവോൾവ്സ് എ മെറ്റൽ നീഡിൽ കണക്റ്റഡ് വിത്ത് പ്രഷർ ഇൻറ്റു സ്മോൾ ജെർമേനിയം ഓർ സിലിക്കൺ ടിപ്പ്? ഒരു ചെറിയൊരു മെറ്റൽ നീഡിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? അത് ഏതിലാണ്? ജംഗ്ഷൻ ഡയോഡിലാണോ, മീഡിയം പവർ ഡയോഡ്സിലാണോ, പോയിന്റ് കോൺടാക്ട് ഡയോഡിലാണോ, ഹൈ പവർ ഡയോഡ്സിലാണോ? പേരിൽ തന്നെ ഉണ്ട് ഒരു പോയിന്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ് അത്. പോയിന്റ് കോൺടാക്ട് ഡയോഡ്. ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ജെർമേനിയം ആണ് മെയിനായിട്ട് പോയിന്റ് കോൺടാക്റ്റിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. വാട്ട് ടൈപ്പ് ഓഫ് പാക്കേജിങ് ഈസ് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ലോ പവർ ഡയോഡ്സ്? ലോ പവർ ഡയോഡ്സിൻ്റെ നമ്മുടെ പാക്കേജിങ് ഏതാണ്? മെറ്റൽ ആണോ, പ്ലാസ്റ്റിക് ആണോ, ഗ്ലാസ് ആണോ, സെറാമിക് ആണോ? ഏത് പാക്കേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏത് ലോ പവറിന്? ആൻസർ ഗ്ലാസ് ആണ്. ഓക്കെ, ലോ പവർ ഗ്ലാസ്. ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ, പക്ഷേ മെയിനായിട്ട് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഡസ് ആൻ ഓംമീറ്റർ പ്രൈമർലി മെഷർ ഇൻ ഡയോഡ് ടെസ്റ്റിംഗ്? വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ്, റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ്, കറണ്ട് ത്രൂ ദ ഡയോഡ്, കപ്പാസിറ്റൻസ് ഓഫ് ദ ഡയോഡ്. ഏതാണ് നമ്മൾ ഓംമീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ റെസിസ്റ്ററിന്റെ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, കറക്റ്റാണ് ആൻസർ. എല്ലാവരും പറയുന്നുണ്ട് റെസിസ്റ്റൻസ് അല്ലേ. ഡയോഡിന്റെ റെസിസ്റ്റൻസ് ആണ്. ഫോർവേഡ് റെസിസ്റ്റൻസും ഫോർവേഡിൽ കണക്ട് ചെയ്യുമ്പോഴും റിവേഴ്സിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഫോർവേഡ് ബയസ്ഡ് ഡയോഡ് അഫക്റ്റ് ആൻ ഓമീറ്റേഴ്സ് റീഡിംഗ്? ഷോസ് വെരി ഹൈ റെസിസ്റ്റൻസ്, ഇൻഡിക്കേറ്റ്സ് ലോ റെസിസ്റ്റൻസ്, റീഡ്സ് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്, പ്രൊഡ്യൂസസ് എറാറ്റിക് റീഡിങ്സ്. ഏതാണ് ഫോർവേഡ് ബയസിൽ കാണിക്കുന്നത് ഓമീറ്റർ റീഡിങ്? ഓക്കെ, കറക്റ്റാണ്. ഫോർവേഡ് ബയസിൽ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ഫോർവേഡ് ബയസിൽ ഡയോഡിന് ലോ റെസിസ്റ്റൻസ് ആണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ഇഫ് എ ഡയോഡ് ഡിസ്പ്ലേസ് എ ഹൈ റെസിസ്റ്റൻസ് ഇൻ ബോത്ത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസ്? റിവേഴ്സ് ബയസിലും ഫോർവേഡ് ബയസിലും ഹൈ റെസിസ്റ്റൻസ് കാണിക്കുകയാണ്. എന്താണ്? ഡയോഡ് ഷോർട്ടഡ് ആണോ, ഡയോഡ് ഓപ്പൺ ആണോ, ഡാമേജ് ബട്ട് ഫംഗ്ഷനിലാണോ, ഡയോഡ് ഇസ് ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ ആണോ? ഏതിലാണ് ഈ രണ്ട് സൈഡിലേക്കും ഹൈ റെസിസ്റ്റൻസ് കാണിക്കുന്നത്? ഡയോഡ് കംപ്ലൈന്റ് ആയതാണല്ലേ, അത് എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. ഡയോഡ് ഓപ്പൺ ആയിരിക്കുമ്പോഴാണ് ആ പ്രശ്നം കാണിക്കുന്നത് കേട്ടോ. രണ്ട് സൈഡിലേക്കും ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഡാമേജ്ഡ് ഓർ ഷോർട്ടഡ് ഡയോഡ് അപ്പിയർ ഇൻ ആൻ ഓംമീറ്റർ ടെസ്റ്റ്? ഷോർട്ടഡ് ആയതാണ്. ഹൈ റെസിസ്റ്റൻസ് ഇൻ ബോത്ത് ബയസ് കണ്ടീഷൻ ആണോ, ലോ റെസിസ്റ്റൻസ് ഇൻ ബോത്ത് ബയസ് കണ്ടീഷൻ ആണോ, ലോ റെസിസ്റ്റൻസ് ഇൻ ഫോർവേഡ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ് ഇൻ റിവേഴ്സ് ആണോ, ഹൈ റെസിസ്റ്റൻസ് ഇൻ ഫോർവേഡ് ആൻഡ് ലോ റെസിസ്റ്റൻസ് ഇൻ റിവേഴ്സ് ആണോ? ഏതായിരിക്കും? ഓക്കെ, ആൻസർ ലോ റെസിസ്റ്റൻസ് ഇൻ ബോത്ത് ബയസ് അല്ലേ. ഷോർട്ടായി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇതായി അടിച്ചു പോയില്ലോ. അപ്പോൾ അടിച്ചു പോയി കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്ക് ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 0 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോഴാണ് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആവുന്നത്. അടുത്ത, വാട്ട്സ് സെറ്റിംഗ് ഷുഡ് ബി സെലക്ടഡ്? സെറ്റിംഗ് ഷുഡ് ദ സെലക്ടർ സ്വിച്ച് ബി പ്ലേസ്ഡ് ഓൺ when diodes with testing a diode with digital multimeter? ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ട് കിട്ടണം ആ സെലക്ടർ സ്വിച്ച്? റെസിസ്റ്റൻസ് ടെസ്റ്റിംഗ് ആണോ, വോൾട്ടേജ് ടെസ്റ്റിംഗ് ആണോ, ഡയോഡ് ടെസ്റ്റിംഗ് ആണോ, കറണ്ട് ടെസ്റ്റിംഗ് ആണോ? ഇതൊക്കെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതൊന്നും ചോദിക്കൊന്നുമില്ല. ഏത് ടെസ്റ്റിംഗിൽ ഇടണം? മൾട്ടിമീറ്ററിൽ
ഷോ മീറ്റർ ആയിട്ട് നിങ്ങൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ഡയോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡയോഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഇതിലേക്ക് ഇട്ടാൽ മതി. ഡയോഡ് സെലക്ടർ സ്വിച്ച് നമ്മൾ തിരിച്ച് ഡയോഡ് ടെസ്റ്റിംഗ് മോഡിലേക്ക് ഇട്ടാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഡയോഡ് കുത്തിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ റീഡിങ് കാണിക്കും. വെൻ ടെസ്റ്റിംഗ് എ ഡയോഡ് വിച്ച് ടെർമിനൽ ഓഫ് ദ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ടു ദ ഡയോഡ്സ് ആനോഡ്. ആനോഡിലേക്ക് ഏത് കണക്ട് ചെയ്യണം? പോസിറ്റീവ് ടെർമിനൽ വേണോ, നെഗറ്റീവ് ടെർമിനൽ വേണോ, ഐദർ ടെർമിനൽ വേണോ, നോ സ്പെസിഫിക് ടെർമിനലാണോ? ഡയോഡിൽ ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ ഡയോഡ് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ 4/C കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ പോസിറ്റീവ് ടെർമിനലാണ് ആനോഡിൽ അല്ലേ? ആനോഡ് പോസിറ്റീവിലല്ലേ കണക്ട് ചെയ്യേണ്ട 4/C. 4/C നമ്മളിത് കണക്ട് ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഓക്കെ, വാട്ട് വിൽ ദ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഡിസ്പ്ലേ വെൻ ദ ഡയോഡ് ഇസ് 4/C. 4/C കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു 4/C ഡയോഡ് കണക്ട് ചെയ്യുന്നത്, ആനോഡ് പോസിറ്റീവിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വാല്യൂ ആയിരിക്കും ഡയോഡിൽ കാണിക്കുന്നതെന്നാണ്, സോറി മൾട്ടിമീറ്ററിൽ കാണിക്കുന്നതാണ്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് വാല്യൂ ആണോ, ബാരിയർ വോൾട്ടേജ് ഓഫ് ദ ഡയോഡ് ആണോ, ഓപ്പൺ സർക്യൂട്ട് ആണോ, ഷോർട്ട് സർക്യൂട്ട്, എന്തുവാ കാണിക്കുന്നത്? ഓമീറ്റർ ആയിരുന്നപ്പോൾ റെസിസ്റ്റൻസാണ് കാണിച്ചത്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ വരുമ്പോൾ കാണിക്കുന്നത് ബാരിയർ വോൾട്ടേജ് ഓഫ് ദ ഡയോഡാണ്. ആ ബാരിയർ വോൾട്ടേജ് ഉണ്ടല്ലോ, ആ ബാരിയർ വോൾട്ടേജ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What will the digital multimeter display when the diode is reverse biased and the meter leads are നമ്മൾ നേരെ തിരിച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ ആനോഡിൽ കൊണ്ടുപോയിട്ട് നെഗറ്റീവും കാതോഡിൽ കൊണ്ട് പോസിറ്റീവ് കണക്ട് ചെയ്താൽ അത് റിവേഴ്സ് ബയസ് ആയി. അപ്പോൾ റിവേഴ്സ് ബയസ് ആയി കഴിയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ റീഡിങ്? 0 ആയിരിക്കോ, 1 ആയിരിക്കോ, ബാരിയർ വോൾട്ടേജ് ഓഫ് ദ ഡയോഡ് ആയിരിക്കോ, ഇൻഫിനിറ്റി ആയിരിക്കോ, എന്തോ ആയിരിക്കും അതിൻ്റെ റീഡിങ്? എന്തായിരിക്കും റീഡിങ് കാണിക്കുന്നത്? ഇതിലാണ് നമുക്കൊരു പ്രശ്നം പറ്റുന്നത് പരീക്ഷയ്ക്ക്. നമ്മൾ കയറി ഇൻഫിനിറ്റി എന്നൊക്കെ മാർക്ക് ചെയ്യും, ഇൻഫിനിറ്റി അല്ല പക്ഷെ അവിടെ റീഡ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 1 എന്നാണ് റീഡ് ചെയ്യുന്നത് കേട്ടോ. 1 അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ തിരിച്ച് കണക്ട് ചെയ്ത് മൾട്ടിമീറ്റർ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഡയോഡ് എടുത്ത് തിരിച്ച് കണക്ട് ചെയ്താൽ 1 എന്നായിരിക്കും. ഹൈ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ 1 എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് വെൻ ദ വോൾട്ടേജ് അക്രോസ് എ സിലിക്കൺ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈസ് ബിലോ ദ ഡിപ്ലീഷൻ ബാരിയർ പൊട്ടൻഷ്യൽ. ഡിപ്ലീഷൻ ബാരിയർ പൊട്ടൻഷ്യൽ താഴെ കൊടുക്കുകയാണ്. ഇലക്ട്രോൺ കറണ്ട് പാസസ് ത്രൂ ദ ഡയോഡ്, whole current passes through the diode, negligible current flows through the diode, maximum current flows through the diode below the depletion barrier potential. Okay, negligible current ആയിരിക്കും അല്ലേ? നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്താലാണ് നല്ല കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ബാരിയർ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ negligible current ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. At what voltage does the diode start conducting significantly? 0.5, 0.6, 0.7, 1. ഓക്കെ, സാർ ഞാൻ പറയുവാണ് 0.7. സിലിക്കൺ ആണേ, സിലിക്കൺ ഡയോഡിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചേക്കുന്നത്. 0.7 അല്ലേ സിലിക്കണിൻ്റെ? 0.7 ആണ്. Why does current flow through the diode when the forward bias potential is higher than the barrier potential? Does the current flow through the diode when the forward bias potential is higher than the barrier potential? കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കാം? Due to the flow of protons, due to the flow of electrons only, due to the flow of holes only, due to the flow of both the holes and electrons. എന്തായിരിക്കും? ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ബോത്ത് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ്. രണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവും ബാരിയർ പൊട്ടൻഷ്യലിന് മേലെ കയറിയാൽ. അടുത്തത്, വാട്ട് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വോൾട്ടേജ് ലെവൽ അക്രോസ് ദ ഡയോഡ് വേർ ഇറ്റ് സ്റ്റാർട്ട്സ് കണ്ടക്ടിങ്? ത്രെഷോൾഡ് വോൾട്ടേജ്, കട്ട് ഓഫ് വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജ്, റിവേഴ്സ് വോൾട്ടേജ്. കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന ആ വോൾട്ടേജിന് എന്തുവാ പേര് വിളിക്കുന്നത്? പോരട്ടെ, അതിൻ്റെ പേരാണ് ത്രെഷോൾഡ് വോൾട്ടേജ്. ഓക്കെ, സ്റ്റാർട്ട് കണ്ടക്ടിങ് ത്രെഷോൾഡ് വോൾട്ടേജ് ആണ്. ബിയോണ്ട് ദ കട്ടിൻ വോൾട്ടേജ് ദ ഫോർവേഡ് ബയസ്ഡ് ഡയോഡ് ബിഹേവ്സ് ഓൾമോസ്റ്റ് ലൈക്ക്. ഫോർവേഡ് ബയസ്ഡ് ഡയോഡ് ആണ് ആൻ ഓപ്പൺ സ്വിച്ച്, എ ഷോർട്ട് സർക്യൂട്ട്, എ കപ്പാസിറ്റർ, എ ക്ലോസ്ഡ് സ്വിച്ച്. ഫോർവേഡ് ബയസ്ഡിൽ വരുമ്പോൾ എന്താണ് നമ്മൾ വിളിക്കണേ? എന്താന്ന് വിളിക്കുന്നതെന്നല്ല, എന്തുവാണ് ഫോർവേഡ് ബയസിൽ നമ്മൾ എന്നാണ് പറയുന്നത്? ഓപ്പൺ സ്വിച്ച് എന്നാണോ, ഷോർട്ട് സ്വിച്ച് എന്നാണോ, കപ്പാസിറ്റർ എന്നാണോ, ക്ലോസ് സ്വിച്ച് എന്നാണോ? ഫോർവേഡ് ബയസിൽ
ഫോർവേഡ് ആണ്. ഒരു ക്ലോസ് സ്വിച്ച് ആണ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് നിങ്ങൾ പറയണ്ട. 4/6 ഒരു ക്ലോസ് സ്വിച്ച് ആണ്. നമ്മൾ കൺട്രോൾ ഉണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഇല്ല. ഇപ്പോൾ ഡാമേജ് ആയി കഴിഞ്ഞാലാണ് ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആവുന്നത്. നമ്മൾ സ്വിച്ച് ആയിട്ടല്ലേ ഈ ഡയോഡിനെ യൂസ് ചെയ്യുന്നത്. ഓപ്പൺ സ്വിച്ച്, ക്ലോസ് സ്വിച്ച്. നമ്മൾ ആ കട്ടിൻ വോൾട്ടേജ് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ സ്വിച്ച്, അല്ലെങ്കിൽ റിവേഴ്സ് ബൈസിൽ കണക്ട് ചെയ്ത ഓപ്പൺ സ്വിച്ച്, കട്ടിൻ വോൾട്ടേജിന് മേലെ വന്നാൽ സംഭവം ഒരു ക്ലോസ് സ്വിച്ച് ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നതിന്. അടുത്തത്, വാട്ട് ഹാപ്പൻസ് വെൻ ദ ഡിപ്ലീഷൻ ലെയർ ഫർദർ നാരോസ് ഡൗൺ ബിയോണ്ട് ദ കട്ടിൻ വോൾട്ടേജ്? Okay, no current flows through the diode, more current flows through the diode burns out, the diode becomes an insulator. Depletion layer further narrows down beyond the cut-in voltage. That's the question. Okay. Answer like a more current flows through the diode. അല്ലേ? ഡിപ്ലീഷൻ ലെയറിന്റെ ഇത് കുറയുമല്ലേ? ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് നാരോ ചെയ്യാണ് അല്ലേ? വിഡ്ത്ത് കുറഞ്ഞാൽ കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യില്ലേ? ഡിപ്ലീഷൻ ലെയർ കൂടി, വിഡ്ത്ത് കൂടുതലാണെങ്കിൽ കറണ്ട് ഫ്ലോ കുറവായിരിക്കും. അപ്പോൾ വിഡ്ത്ത് ഇങ്ങനെ കുറച്ച് കുറഞ്ഞു, അപ്പോൾ കറണ്ട് ഫ്ലോ എന്ത് ചെയ്തു? കൂടി. നിങ്ങൾ ആലോചിച്ചോണം. കുറച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഒന്നും പഠിക്കാതെ പോയി പരീക്ഷ എഴുതിയാൽ പോലും നമ്മളൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നന്നായിട്ട് വായിച്ചാൽ കിട്ടും. ഒന്നും പഠിക്കാതെ പോയി എഴുതിയാൽ അങ്ങനെയാണ്. വാട്ട് ഈസ് ദ ലിമിറ്റിംഗ് ഫാക്ടർ ഫോർ എ കറണ്ട് വൺസ് ദ ഡയോഡ് ബിഹേവ്സ് ലൈക്ക് എ ക്ലോസ്ഡ് സ്വിച്ച്? മാക്സിമം വോൾട്ടേജ് ദ ഡയോഡ് ക്യാൻ ഹാൻഡിൽ, മാക്സിമം ഫോർവേഡ് കറണ്ട് ദ ഡയോഡ് ക്യാൻ ഹാൻഡിൽ, മിനിമം ഫോർവേഡ് വോൾട്ടേജ് ദ ഡയോഡ് ക്യാൻ ഹാൻഡിൽ, മാക്സിമം റിവേഴ്സ് കറണ്ട് ദ ഡയോഡ് ക്യാൻ ഹാൻഡിൽ. എന്താണ് നമ്മളതിന് ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അത് നമുക്ക് അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്ന് അവിടെ നിൽക്കുവാണ്. ആ ഒരു പ്രോബ്ലം കാരണമാണ് നമ്മളത് അധികം ഉപയോഗിക്കാതിരിക്കുന്നത്. ഏതാണ്? അത് തന്നെ ആൻസർ കറക്റ്റാ. എല്ലാവരും കറക്റ്റാക്കി പറയുന്നുണ്ട്. മാക്സിമം ഫോർവേഡ് കറണ്ട് ദ ഡയോഡ് ക്യാൻ ഹാൻഡിൽ. നമ്മൾ ചുമ്മാ അങ്ങോട്ട് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയോഡ് എന്ത് ചെയ്യും? അടിച്ചു പോകും. റിവേഴ്സ് 4/6 ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് വിചാരിച്ച് തോന്നിയ പോലെ നമുക്ക് കറണ്ട് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഫോർവേഡ് കറണ്ടിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കറണ്ടിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What does the term bipolar devices refer to in relation to the diodes? Bipolar എന്ന് പറഞ്ഞാൽ എന്താണ് ഡയോഡിനെ സംബന്ധിച്ച്? Diode made of 2 different material, diode conducting in both direction, diode producing both electrons and protons, diodes allowing both hole and electrons current flow. എന്തുകൊണ്ടാണ് ഇതിനെ ബൈപോളാർ ഡിവൈസ്? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ എന്താണ് നമ്മൾ ബൈപോളാർ? എന്താണ് ബൈപോളാർ? കുറച്ചുകൂടെ സ്പീഡിൽ വരട്ടെ ആൻസറുകൾ. ഓക്കെ, വരുന്നുണ്ട്. അപ്പോൾ ബൈപോളാർ എന്ന് വിളിക്കാനുണ്ടായ കാരണം എന്താണ്? ഹോളിനെയും ഇലക്ട്രോണും കറണ്ട് ഫ്ലോനെ ഇത് അലോ ചെയ്യുന്നുണ്ട്. 2 പൊളാരിറ്റിയാണ്, അതാണ് ബൈപോളാർ. ഹോളും ഇലക്ട്രോണും ഉണ്ട്. BJTയിലും അതുപോലെ തന്നെയാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ ഡിപ്ലീഷൻ ലെയർ വെൻ ദ അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജ് aids the barrier potential in a diode, narrows, widens, maintains constant width, disappears. അതായത് ഇതിനെ എയ്ഡ് ചെയ്യാണ്. ഇതിനെ റിവേഴ്സ് വോൾട്ടേജിനെ എയ്ഡ് ചെയ്താൽ, ബാരിയർ പൊട്ടൻഷ്യൽ എയ്ഡ് ചെയ്താൽ അതിൻ്റെ വിഡ്ത്ത് കൂടുകയാണോ കുറയാണ്? ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. വിഡ്ത്ത് എന്ത് ചെയ്യണം? എയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുകയാണ് അല്ലേ? റിവേഴ്സ് വൈസ് കണക്ട് ചെയ്താൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടുന്നു എന്ന് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇഫക്റ്റ് ഡസ് ദ വൈഡൻഡ് ഡിപ്ലീഷൻ ലെയർ ഹാവ് ഓൺ കറണ്ട് ഫ്ലോ ത്രൂ ദ ഡയോഡ്? വൈഡൻ ചെയ്തേ increase current flow, decrease current flow, completely stop the current flow, allows intermittent current flow. എന്താണ് സംഭവിക്കുന്നത്? ഇത് വൈഡൻ ചെയ്തു, ഡിപ്ലീഷൻ ലെയർ വൈഡൻ ചെയ്താൽ കറണ്ട് ഫ്ലോ കൂടുമോ കുറയുമോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ആൻസർ. നോക്കട്ടെ എത്ര പേര് പറയുന്നുണ്ടെന്ന്. ഓക്കെ, കറണ്ട് ഫ്ലോ കുറയും. കുറഞ്ഞത് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യൂലേ? ഡിപ്ലീഷൻ ലെയർ വൈഡൻ ചെയ്ത് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോനെ അത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. ഡിക്രീസ് കറണ്ട് ഫ്ലോ ഒക്കെ നമുക്ക് പറയാം ഓപ്ഷനിൽ. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ഇപ്പോൾ ഡിക്രീസ് കറണ്ട് ഫ്ലോ, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് കറണ്ട് ഫ്ലോ ഒന്നും 2 ഓപ്ഷനൊന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടില്ല. നമ്മുടെ ബുക്കിൽ അവർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ നിമിയുടെ ബുക്കിൽ അതാണ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് എന്ന് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരിക്കലും 2 ഓപ്ഷനായിട്ട് വരില്ല. കറണ്ട് ഫ്ലോ ഡിക്രീസ് ചെയ്തിട്ട് കറണ്ട്
അല്ല അല്ല വേണ്ട, നിങ്ങൾ കറണ്ട് ഫ്ലോ ഇല്ലാന്ന് തന്നെ വിചാരിക്കാം. കാരണം റിവേഴ്സ് ബയസിലാണ് ഇത് ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ റിവേഴ്സ് ബയസിൽ കറണ്ട് ഫ്ലോ ഇല്ലല്ലോ, അപ്പോൾ ഡിക്രീസ് കറണ്ട് ഫ്ലോ എന്ന് നമ്മൾ പറയണ്ട, കാരണം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് തന്നെയാണ് അല്ലേ, വൈഡൻ ആയിപ്പോഴും. വാട്ട് occurs when the applied reverse voltage across a diode reaches a certain threshold? The diode becomes conductive, the depletion layer narrows, the diode emits light, the diode breaks down. റിവേഴ്സ് വോൾട്ടേജ് കൂടും. അപ്പോൾ വൈഡൻ ചെയ്യാന്ന് പറയുന്ന നേരത്തെ അതിൽ നിങ്ങൾക്ക് മനസ്സിലായോ, ഡിക്രീസ് ദ കറണ്ട് ഫ്ലോ എന്നാണ് എല്ലാവരും ഓപ്ഷൻ പറഞ്ഞു, ആൻസർ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഡിക്രീസ് കറണ്ട് ഫ്ലോ ആവുന്ന ഓർത്ത്, പക്ഷേ ഡിക്രീസ് കറണ്ട് ഫ്ലോ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി അത് റിവേഴ്സ് ബയസിൽ ഇരിക്കുകയാണ്, അപ്പോൾ കറണ്ട് ഫ്ലോ ഇല്ലല്ലോ. ഓക്കെ, പിന്നെ വീണ്ടും വൈഡൻ ചെയ്ത് വരുമ്പോഴും കറണ്ട് ഫ്ലോ ഇല്ല അവിടെ, അതാണ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റിന് ആൻസർ എന്താണ്? റിവേഴ്സ് ബയസ് കൊടുക്കുവാണ്, ഒരു certain ത്രെഷോൾഡിൽ എത്തി, എന്ത് സംഭവിക്കും? ഡയോഡ് തകർന്നു പോകും, പിന്നെ ഡയോഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഡയോഡ് ബ്രേക്സ് ഡൗൺ. ഓക്കെ, ഡയോഡ് ഡാമേജ് ആയി പോകും, ഫുള്ളായിട്ട് ഡാമേജ് ആവും. വാട്ട് ഈസ് എ ടൈം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ദ ഡയോഡ് ബ്രേക്സ് ഡൗൺ അണ്ടർ റിവേഴ്സ് ബയസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പേര്. റിവേഴ്സ് ബയസിൽ ബ്രേക്ക് ഡൗൺ ആവുന്ന വോൾട്ടേജിനെ പറയുന്ന പേരാണ് ഫോർവേഡ് വോൾട്ടേജ് എന്നാണോ, ത്രെഷോൾഡ് വോൾട്ടേജ് എന്നാണോ, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണോ, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണോ? ഏതാണ്? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലേ. ബ്രേക്ക് ഡൗൺ ആകുന്ന വോൾട്ടേജ് ആണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. എന്താ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? നമുക്ക് റിവേഴ്സ് ബയസിൽ അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം വോൾട്ടേജ് ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിലും സംഭവം ബ്രേക്ക് ഡൗൺ ആവുന്നില്ല, നമുക്ക് ആ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന് മേലെ കയറി കഴിഞ്ഞാൽ സംഭവം അടിച്ചുപോയി, അപ്പോൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയി. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വരെ പ്രശ്നങ്ങളൊന്നുമില്ല. വാട്ട് ഹാപ്പൻസ് വെൻ എ ഡയോഡ് ബ്രേക്സ് ഡൗൺ ഡ്യൂ ടു എക്സസീവ് റിവേഴ്സ് വോൾട്ടേജ്? It becomes open circuited, it emits smoke, it becomes short circuited, it remains unaffected. ഏതാണ് ബ്രേക്ക് ഡൗൺ? എങ്ങനെയാണ്, എന്താണ് എക്സസീവ് റിവേഴ്സ് വോൾട്ടേജ് വരുമ്പോൾ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ആവുന്നത്? It becomes short circuited. ഷോർട്ട് സർക്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിഫൈൻ എ ഡയോഡ്സ് capability to withstand reverse voltage? ഏതാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഫോർവേഡ് വോൾട്ടേജ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ത്രെഷോൾഡ് വോൾട്ടേജ്? ഏതാണ് ഡയോഡിന്റെ ഈ റിവേഴ്സ് വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിനെ നമ്മൾ വിളിക്കുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അല്ലേ. നമ്മൾ ബ്രേക്ക് ഡൗൺ ആവാതെ എത്ര നേരം അത് നിൽക്കും എന്നുള്ളതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. കുറച്ച് ക്വസ്റ്റ്യനോടെ ഉണ്ട്. വാട്ട് ഈസ് എ പ്രൈമറി റീസൺ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ സ്മോൾ കറണ്ട് ഇൻ എ റിവേഴ്സ് ബയസ്ഡ് പി എൻ ജംഗ്ഷൻ? ഇൻക്രീസ്ഡ് വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് ആണോ, ക്രിയേഷൻ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ഡ്യൂ ടു തെർമൽ എനർജി ആണോ, നാരോയിങ് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ ആണോ, ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഡയോഡ് ആണോ? എന്താണ് പ്രൈമറി റീസൺ? ഒരു സ്മോൾ കറണ്ട് റിവേഴ്സ് ബയസിൽ ഉണ്ടാവാനുണ്ടായുള്ള റീസൺ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തായി? മൈനോറിറ്റി കാരിയേഴ്സ് അല്ലേ. മൈനോറിറ്റി കാരിയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള കറണ്ട് ഫ്ലോയ്ക്കുള്ള ആള് അല്ലെങ്കിൽ അതിന്റെ കാരണം മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ കറന്റ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ഡയോഡ് വെൻ ഇറ്റ് ഈസ് റിവേഴ്സ് ബയസ്ഡ്? റിവേഴ്സ് ബയസിലുള്ള കറണ്ടിന്റെ പേരെന്താണ്? ഫോർവേഡ് കറന്റ്, ലീക്കേജ് കറന്റ്, സാച്ചുറേഷൻ കറന്റ്, മൈനോറിറ്റി കറന്റ്? ആ കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ലീക്കേജ് കറണ്ട് അല്ലേ. ലീക്കേജ് കറണ്ട് എന്നാണ് നമ്മൾ ആ കറണ്ടിനെ വിളിക്കുന്നത്. ലീക്കായിട്ട് വരുന്നതെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ റിവേഴ്സ് കറന്റ് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ ഫോർ സിലിക്കൺ ഡയോഡ്സ് അക്കോർഡിംഗ് ടു ദ എക്സ്പെരിമെന്റ്സ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണോ, ഇറ്റ് ഹാവ്സ് ഫോർ എവരി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ ആണോ, ഇറ്റ് ഡബിൾസ് ഫോർ എവരി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ ആണോ, ഇറ്റ് ഡിക്രീസസ് ലീനിയർലി വിത്ത് ടെമ്പറേച്ചർ ആണോ? എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും കറണ്ടിന്? എന്ത് ചെയ്യുക? കറണ്ട് കൂടുകയാണ് പെട്ടെന്ന്. 10 degree റൈസ് ചെയ്യുമ്പോൾ തന്നെ കറണ്ട് ഡബിൾ ആവുന്നുണ്ട്. ഇറ്റ് ഡബിൾസ് ഫോർ എവരി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ എ സെമി കണ്ടക്ടർ? ഓക്കെ, മെജോറിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണോ, ഇലക്ട്രോൺ ഹോൾ പേസ് ക്രിയേറ്റഡ് ബൈ ഡോപ്പിംഗ് ആണോ, ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആണോ, ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണോ? എന്തിനെയാണ് നമ്മൾ മൈനോറിറ്റി കാരിയർ ഇൻ സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്? എന്തിനാ മൈനോറിറ്റി കാരിയർ എന്ന് പറയുന്നത്? ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് അല്ലേ. ലിമിറ്റഡ് നമ്പർ ആണ്. അതായത് മൈനോറിറ്റി, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലുള്ള ആളാണ് മെജോറിറ്റി. ഇപ്പോൾ പി ടൈപ്പ് മെറ്റീരിയൽ എടുത്താൽ പിയിലെ ഹോൾസ് മെജോറിറ്റിയും ഇലക്ട്രോൺസ് മൈനോറിറ്റിയും. എൻ ടൈപ്പ് എടുത്താൽ അവിടെ ഇലക്ട്രോൺസ് മെജോറിറ്റിയും
ഹോൾസ് മൈനോറിറ്റി. അവിടെ കുറച്ചുള്ള ആൾക്കാരാണ്, ലിമിറ്റഡ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസിനെയാണ് നമ്മൾ മൈനോറിറ്റി എന്ന് വിളിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് when the junction temperature of a diode exceeds 25 degree? Electrons are produced due to thermal agitation. Electrons loses energy and stop drifting. Barrier voltage increases. Diode becomes more efficient. ഏതാണ്? exceeds 25 degree. 25 ഡിഗ്രിക്ക് മേലെ വന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു തെർമൽ അജിറ്റേഷൻ. ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് എഫക്ട് ഡസ് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഹാവ് ഓൺ ബാരിയർ വോൾട്ടേജ് ഓഫ് എ ഡയോഡ്? ടെമ്പറേച്ചർ കൂടിയാൽ ബാരിയർ വോൾട്ടേജ് എന്ത് ചെയ്യും? ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്, ഇറ്റ് ഇൻക്രീസസ് ലീനിയർലി, ഇറ്റ് ഡിക്രീസസ് ബൈ 2 millivolt per degree Celsius, ഇറ്റ് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി. എന്താണ് ബാരിയർ വോൾട്ടേജിന് ടെമ്പറേച്ചറുമായിട്ടുള്ള ബന്ധം? കറക്റ്റാണ്, കുറേ പേര് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഡിഗ്രീസസ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെച്ചോണം. 2 millivolt per degree Celsius. ബാരിയർ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും ടെമ്പറേച്ചർ കൂടുമ്പോൾ. എങ്ങനെ കുറയുന്നത്? 2 millivolt per degree Celsius ആയിട്ട് കുറയും. ഓക്കെ, വൈ ഈസ് ഇറ്റ് ക്രൂഷ്യൽ ടു ലിമിറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഡയോഡ് ജംഗ്ഷൻ? ഓക്കെ, എന്തിനാണ് ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്? ടു ഡിക്രീസ് ഇലക്ട്രോൺ പ്രൊഡക്ഷൻ, ടു ഇൻക്രീസ് ബാരിയർ വോൾട്ടേജ്, ടു പ്രിവെന്റ് ഡാമേജ് കോസ്ഡ് ബൈ ക്യുമുലേറ്റീവ് എഫക്ട്സ്, ടു റെഡ്യൂസ് കറണ്ട് ഫ്ലോ. എന്തിനാണ് നമ്മളവിടെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. എന്തിനാണ് കുറയ്ക്കുന്നത്? ടു പ്രിവെന്റ് ഡാമേജ് കോസ്ഡ് ബൈ ക്യുമുലേറ്റീവ് എഫക്ട്. കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, കുറേ എഫക്റ്റ് കാരണം അവിടെ ഡാമേജ് ഉണ്ടാവുന്നുണ്ട്, അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ എക്സിബിറ്റ്സ് ഹയർ കട്ട് ഇൻ വോൾട്ടേജ് എമോ സെമി കണ്ടക്ടർ ഡയോഡ്സ്? അറിയാം എല്ലാവർക്കും, സിലിക്കൺ, ജെർമേനിയം, സെലീനിയം, നൺ ഓഫ് ദ അബവ്. ഇത് ഈ തന്നിരിക്കുന്നതിൽ ഏതിനാണ് ഹയർ കട്ട് ഇൻ വോൾട്ടേജ്? ഏതിനാണ്? സിലിക്കൺ അല്ലേ? ഓക്കെ, സിലിക്കൺ ആണ് ഹയർ കട്ട് ഇൻ വോൾട്ടേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കോൺസിക്വൻസ് ഓഫ് അപ്ലൈയിങ് എ റിവേഴ്സ് വോൾട്ടേജ് ഹയർ ദാൻ റേറ്റഡ് PIV, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അക്രോസ് എ ഡയോഡ്? ഇറ്റ് റെഡ്യൂസസ് എ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ആണോ? ഇറ്റ് ഇൻക്രീസസ് എ ഫോർവേഡ് സർജ് കറണ്ട് ആണോ? ഇറ്റ് പെർമനന്റ്ലി ഡാമേജസ് എ ഡയോഡ് ആണോ? ഇറ്റ് ലോവേഴ്സ് ദ മാക്സിമം ജംഗ്ഷൻ ടെമ്പറേച്ചർ? ഏതാണ് ആൻസർ? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന്റെ മേലെ നമ്മൾ കൊടുക്കുവാണ്, എന്ത് സംഭവിക്കും? പ്രശ്നമല്ലേ കൊടുത്താ? ഡയോഡ് ഡാമേജ് ആയിപ്പോൾ നമുക്കറിയാം, അത് ബ്രേക്ക് ഡൗൺ ആയി പോകും ഡയോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് അപ്ലൈയിങ് എ റിവേഴ്സ് വോൾട്ടേജ് ഹയർ ദാൻ ദ റേറ്റഡ് PIV അക്രോസ് എ ഡയോഡ്? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്പെസിഫിക്കേഷൻ denotes the maximum average forward current of a diode can handle without damage? ഓക്കെ, മാക്സിമം ഫോർവേഡ് കറണ്ടിനെ എങ്ങനെ വിളിക്കുന്നത്? ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എന്നാണോ? മാക്സിമം റിവേഴ്സ് കറണ്ട് എന്നാണോ? മാക്സിമം ഫോർവേഡ് സെർച്ച് കറണ്ട് എന്നാണോ? മാക്സിമം ആവറേജ് ഫോർവേഡ് കറണ്ട് എന്നാണോ? എന്താ അതിൻ്റെ പേര്? ഞാൻ ഓൾറെഡി ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാക്സിമം ആവറേജ് ഫോർവേഡ് കറണ്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, മാക്സിമം ആവറേജ് ഫോർവേഡ് കറണ്ട്. ഡയോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്ന കംപ്ലൈൻറ്റ് ആവാത്ത ഒരു കറണ്ട് ഉണ്ടല്ലോ, അതിനാണ് maximum average forward current IF. What does the term PIV stands for in relation to diodes? PIVയുടെ ഫുൾ ഫോം ഞാൻ ഉത്തര പ്രാവശ്യം പറഞ്ഞു. പീക്ക് ഇൻവെർട്ടർ വോൾട്ടേജ് ആണോ? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണോ? പീക്ക് ഇൻറ്റൻസിറ്റി വോൾട്ടേജ് ആണോ? പീക്ക് ഇൻവെർട്ടഡ് വോൾട്ടേജ് ആണോ? എന്താണ് അതിൻ്റെ ആൻസർ? അത് അറിയാതെ ആൻസർ ഞാൻ വെച്ചുപോയി. ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലേ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന്. ഓക്കെ, വിച്ച് പാരാമീറ്റർ ഇൻഡിക്കേറ്റ്സ് ദ വോൾട്ടേജ് അക്രോസ് ദ diode when maximum average current flows through it continuously? maximum surge current ആണോ? forward voltage drop ആണോ? maximum junction temperature ആണോ? suggested application, ഇതിൽ ഏതാണ് ഇതിൻ്റെ ആൻസർ? voltage across the diode when maximum average current flows through continuously. ഇതാണ് forward voltage drop. ആ ഓപ്ഷനിൽ തന്നെ വോൾട്ടേജ് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് forward voltage drop ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which material exhibits a lower cut in voltage semiconductor diodes? സിലിക്കൺ ആണോ? ജെർമേനി ആണോ? സെലീനി ആണോ? ലോവർ കട്ട് ഇൻ വോൾട്ടേജ് ആണെങ്കിൽ ഹയർ സിലിക്കൺ ആണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ലോവർ ആരായിരിക്കും? ജെർമേനിയാണ്. 0.3 വോൾട്ട് ആണ് അല്ലേ? 0.3. സിലിക്കണിന്റെ 0.7 ആണ്. വാട്ട് ഡസ് VR represents in a diode specification? VR നിങ്ങൾ ഡേറ്റ ഷീറ്റ് എടുത്താൽ കാണും. അതെന്താണ്? ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ആണോ? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണോ? മാക്സിമം ആവറേജ് വോൾട്ടേജ് ഫോർവേഡ് കറണ്ട് ആണോ? മാക്സിമം ജംഗ്ഷൻ ടെമ്പറേച്ചർ ആണോ?
പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണോ? ഏതാണ് വി ആർ? വി ആർ ഏതാണ്? വി ആർ എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. കറക്റ്റ് ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, സേഫ് റിവേഴ്സ് വോൾട്ടേജ് എന്നാണ് പറയുന്നത്. വാട്ട് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻസ് എ രജിസ്റ്റർ ഓഫ് 1N and 2N ടൈപ്സ് നോൺ ആസ് JEDC? ഏത് ഓർഗനൈസേഷൻ അത് ഇത് ചെയ്യുന്നത്? JEDC. JEDC വേൾഡ് വൈഡ് അല്ലേ? അത് EAA ആണ് USA-ല്. EAA USA-ലാണ് ഈ സാധനം കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് JEDC കോഡെന്ന്. ഓക്കെ, EAA USA ആണ് അത് കീപ്പ് ചെയ്യുന്നത്. വിച്ച് പ്രഫിക്സ് ഈസ് യൂസ്ഡ് ഫോർ കമ്പോണൻസ് ഇത് 1 ജംഗ്ഷൻ? 1N ആണോ, 2N ആണോ, 3N ആണോ, 4N ആണോ? 1 ജംഗ്ഷനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? വൺ ജംഗ്ഷൻ നമ്മൾ വിളിക്കുന്നത് 1N എന്നാണ്. 1N. ഓക്കെ, അടുത്തത്. വാട്ട് ഡസ് ദ പ്രിഫിക്സ് 2N സിഗ്നിഫിക്കൻറ്റ്ലി സെമികണ്ടക്ടർ? ഏതിനാണ് 2N? 2 മെറ്റൽ യൂസ്ഡ്, 2 വോൾട്ട്സ് റേറ്റിംഗ്, 2 ജംഗ്ഷൻ, 2 ആംപിയേഴ്സ് കപ്പാസിറ്റി. ഏതാണ് 2N എന്ന് പറഞ്ഞാൽ? ഓക്കെ, ശരിയാണ്. 2N എന്ന് പറഞ്ഞാൽ 2 ജംഗ്ഷൻ അല്ലെ? 2 ജംഗ്ഷൻ. ട്രാൻസിസ്റ്റർ ആണ് 2N, ഡയോഡാണ് 1N. 1N സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? 1N സീരീസ് 1N 4007 എന്നൊക്കെ കാണുന്നതാണ്. വാട്ട് ഡസ് ദ ഫസ്റ്റ് ലെറ്റർ സിഗ്നിഫൈ ഇൻ ദ PRO പ്രോ ഇലക്ട്രോൺ ടൈപ്പ് കോഡ്? പ്രോ ഇലക്ട്രോൺ ടൈപ്പിൽ ഫസ്റ്റ് ലെറ്റർ എന്താണ്? വോൾട്ടേജ് സ്പെസിഫിക്കേഷൻ ആണോ, സെമികണ്ടക്ടർ മെറ്റീരിയൽ ആണോ, ടെമ്പറേച്ചർ ആണോ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണോ? ഏതാണ് പ്രോ ഇലക്ട്രോണിലെ ഫസ്റ്റ് ലെറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്നത് അല്ലേ? പ്രോ ഇലക്ട്രോണിൽ ആദ്യം നമ്മൾ പറയുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അപ്പോൾ A ആണെങ്കിൽ അത് ജെർമേനിയം ആയിരിക്കും. ഓക്കെ. വാട്ട് ഡസ് ദ സെക്കൻഡ് ലെറ്റർ റെപ്രസെന്റ്സ് ഇൻ ദ പ്രോ ഇലക്ട്രോൺ? ഇപ്പോൾ BY127 സെക്കൻഡ് ലെറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത്? കറണ്ട് സ്പെസിഫിക്കേഷൻ ആണോ, ടെമ്പറേച്ചർ ആണോ, സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണോ, ആപ്ലിക്കേഷൻ ഓഫ് ദ കമ്പോണന്റ് ആണോ? ഏതാണ് രണ്ടാമത്തെ ലെറ്റർ? ആപ്ലിക്കേഷൻ അല്ലേ? ഒന്നാമത്തേത് മെറ്റീരിയൽ. Y എന്ന് പറഞ്ഞാൽ റെക്ടിഫയർ ഡയോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെക്ടിഫയർ ഡയോഡ് ആണ് Y. എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ? ഒന്നാമത്തേത് ഏത് മെറ്റീരിയൽ ആണ്, രണ്ട് ഏത് ആപ്ലിക്കേഷൻ ആണ്? വിച്ച് കോഡ് ഈസ് യൂസ്ഡ് ഫോർ കൺസ്യൂമർ ഡിവൈസസ് ഇൻ ദ പ്രോ ഇലക്ട്രോൺ സിസ്റ്റം? 3 ലെറ്റർ അതിന്റെ ന്യൂമറൽ ആണോ, 1 ലെറ്റർ കോഡാണ്, 2 ലെറ്റർ അതിന്റെ ന്യൂമറൽ ആണോ, ആൽഫ ന്യൂമറിക് കോഡാണോ? പ്രോ ഇലക്ട്രോണിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, 2 ലെറ്റർ ആൻഡ് ന്യൂമറൽ അല്ലെ? 2 ലെറ്റർ ആൻഡ് ന്യൂമറലാണ് പ്രോ ഇലക്ട്രോൺ. അടുത്തത് കണ്ടോ, BY127 എന്നൊക്കെ പറയുന്നത് പ്രോ ഇലക്ട്രോൺ ആണ്. വാട്ട് ഡസ് ദ ന്യൂമറൽ ആഫ്റ്റർ ദ സെക്കൻഡ് ഓർ തേർഡ് ലെറ്റർ ഡിനോട്ട് ദ പ്രോ ഇലക്ട്രോൺ കോഡ്? അത് കഴിഞ്ഞ് ന്യൂമറൽ ഏതാണ് സൂചിപ്പിക്കുന്നത്? ആദ്യത്തെ 2 ലെറ്റർ കഴിഞ്ഞിട്ടെ മാനുഫാക്ചേഴ്സ് കോഡാണ്, ഡേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണോ, വോൾട്ടേജ് കറണ്ട് ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷൻ ആണോ, ആപ്ലിക്കേഷൻ ഓഫ് ദ ഡിവൈസ് ആണോ? ഏതാണ് ആ നമ്പറുകൾ? ഏതാ? അതിൻ്റെ ആൻസർ വോൾട്ടേജ് കറണ്ട് ആണ്, ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷൻ ആണ്. ഓക്കെ, കറണ്ട് സ്പെസിഫിക്കേഷൻ ആണ്. ഓക്കെ, വോൾട്ടേജ് കറണ്ട് ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ കോഡ് 2SB364 സിഗ്നിഫൈ ദ JA സിസ്റ്റം ഫോർ കമ്പോണന്റ് നമ്പറിംഗ്? ഇത് ഏതിനാണ്, എങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്? PNP ഹൈ ഫ്രീക്വൻസി ആണോ, PNP ലോ ഫ്രീക്വൻസി ആണോ, NPN ഹൈ ഫ്രീക്വൻസി ആണോ, NPN ലോ ഫ്രീക്വൻസി കമ്പോണന്റ് ആണോ? ഏതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് JAS വെച്ചിട്ട്. ഏതാ? ഇതിന്റെ ആൻസർ PNP ഹൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ, PNP. ഇതിൽ 2SB364 ആണ്. അതിൽ 2S എന്ന് പറയുന്നത് ഫോളോഡ് ബൈ B ആണ്, അത് PNP ആണ്. ഓക്കെ, അതിൽ A എന്ന് പറയുന്നത് PNP ഹൈ ഫ്രീക്വൻസി കാറ്റഗറി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
വിച്ച് ലെറ്റർ ഇൻ ദ JS സിസ്റ്റം ഇൻഡിക്കേറ്റ് NBN ലോ ഫ്രീക്വൻസി? ഏതാണ് NBN ലോ ഫ്രീക്വൻസിനെ കാണിക്കുന്നത്? JSലെ ഏതാണ് NBN ലോ ഫ്രീക്വൻസി? D ആണ്. ഓക്കെ, D ആണ് NBN ലോ ഫ്രീക്വൻസി. അടുത്തത്, വിച്ച് ഡയോഡ് ക്യാൻ സെർവ് ആസ് ആൻ ഇക്വലന്റ് റീപ്ലേസ്മെന്റ് ഫോർ ദ ഡിഫക്റ്റീവ് 1N4007 ഇഫ് ഇറ്റ് ഈസ് അൺഅവൈലബിൾ ഇൻ ദ സ്റ്റോക്ക്? 1N4148 ആണോ, 1N5819 ആണോ, BY127 ആണോ, 1N5399 ആണോ? നമുക്ക് 1N4007 ഇല്ലെങ്കിൽ ഏത് വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ്? നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ BY127 ആണ് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കുള്ളൂ. അപ്പോൾ പേജ് നമ്പർ 128 to 134 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ദിവസം അടുത്ത ഏതാ പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം, ക്ലാസ് എന്താണെന്ന് ഞാൻ പറയാം. അടുത്ത ഇതുപോലെ ഒരു 3-4 പേജ് ഉണ്ടാവും പഠിക്കാനായിട്ട്. അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.